ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകൾ, ഓരോ ലീലകളും വലിയ ജീവിത സന്ദേശത്തിന്റെ ലീലകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ലീലകളും നമ്മൾ എടുത്തു പറയാൻ നമ്മുടെ സമയത്തിന്റെ ഒരു പരിമിതി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. നമ്മളിവിടെ കാണുന്ന മറ്റൊരു ലീല, കൃഷ്ണൻ വളർന്നു വന്ന് കൃഷ്ണന്റെ ജീവിതത്തിൽ പൂതന, മോക്ഷം, തൃണാവർത്തൻ, ചകടാസുരൻ, നളകൂപര, മണിഗ്രീവന്മാരെ അനുഗ്രഹിക്കല്, ഇങ്ങനെ അനവധി 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 കാര്യങ്ങൾ. ഇതിനിടയ്ക്ക് വൃന്ദാവനത്തിലേക്കുള്ള താമസം മാറ്റൽ, പശുക്കളെ മേച്ചു നടക്കുന്ന കൃഷ്ണൻ. അതിനിടയ്ക്കാണ് കാളിന്തി തീരത്ത് മേഞ്ഞു നടക്കുന്ന പശുക്കള് കാളിന്തിയിൽ ചെന്ന് വെള്ളം കുടിക്കുന്നതും, അവിടുത്തെ വിഷ വെള്ളം കുടിച്ച് അവരെല്ലാം അബോധാവസ്ഥയിലേക്ക് പോകുന്നതും, എല്ലാവരും കരയുന്നു കൃഷ്ണനെ വിളിച്ച്. കൃഷ്ണൻ അവിടെ എത്തിച്ചേരുന്നു. ആ പശുക്കളെയൊക്കെ തന്റെ ദൃഷ്ടി കൊണ്ട് കൃഷ്ണൻ ഉണർത്തി. കാളിന്തിയുടെ വിഷം ായി കൃഷ്ണൻ തീരുമാനിച്ചു. കാളിന്തിയിലെ ഒരു വലിയ വെല്ലുവിളിയായിരുന്ന കാളിയനെ അവിടെ നിന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ കാളിന്തിയിലെ വിഷം ഒരിക്കലും മാറ്റാൻ സാധ്യമല്ല. കാളിയമർദ്ദന ലീല എന്ന 16-ാമത്തെ അവിടെയാണ് മനോഹരമായ കാളിയമർദ്ദന ലീല വിവരിക്കുന്നത്. കൃഷ്ണൻ തന്റെ ഉത്തരിയും അരയിൽ കെട്ടി ഉടക്കുള്ള കത്തിരി കടമ്പവൃക്ഷത്തിൽ കയറി കാളിന്തിയിലേക്ക് ചാടുന്നു. കാളിയനെ പ്രകോപിപ്പിക്കുന്നു. കാളിയൻ വിചാരിച്ചു ഇവനറിയോ എന്റെ മഹത്വം, എന്റെ വിഷശക്തി വല്ലതും അറിയോ എന്ന രീതിയിൽ ആഞ്ഞു കൊത്താൻ വരുന്നു. പണം ഉയർത്തിയ അവനെ പിടിക്കാനായി കൃഷ്ണൻ മുകളിട്ട് ഇറങ്ങുന്നു. അവൻ കൃഷ്ണനെ തെരഞ്ഞ് താഴോട്ട് മുങ്ങുന്നു. അപ്പൊ കൃഷ്ണൻ പൊങ്ങുന്നു. അങ്ങനെ അവൻ മുങ്ങും, കൃഷ്ണൻ പൊങ്ങും, അവൻ പൊങ്ങും, കൃഷ്ണൻ മുങ്ങും. അങ്ങനെ കുറേ നേരം മുങ്ങലും പൊങ്ങലും. എന്തിനായി മുങ്ങലും പൊങ്ങലും? കൃഷ്ണൻ പിടിക്കാൻ ശ്രമിക്കുകയാണ്. എവിടെയാ പിടിക്കേണ്ടത്? വാലിൽ പിടിക്കണം. കാരണം പാമ്പിന്റെ വാലിൽ പിടിച്ചു പൊക്കിയാൽ പിന്നെ അവന്റെ അഹങ്കാരം അവിടെ നിൽക്കും. അതിനാണ് ഭഗവാൻ മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. വാലിൽ പിടികിട്ടിയതും ഭഗവാൻ പൊക്കി. അതോടുകൂടി അവന്റെ അഹങ്കാരം ഒന്നു നിന്നു. പിന്നീട് ഭഗവാൻ പണത്തിൽ കയറി ചവിട്ടി പൊടിക്കുന്നു എന്നല്ലേ അതവാരി നിതിൻ തരു ഘോരതരം നിതരം എന്നൊക്കെ ഭട്ടതിരിപ്പാട് താളാത്മകമായി കാളിയമർദ്ദന ലീല. ഭട്ടതിരിപ്പാട് കാളിയമർദ്ദനത്തെ ആ ഒരു ചവിട്ടുന്ന താളത്തോടെ എഴുതിയെന്നുള്ളതാണ്. ഒരു ഭംഗിയിൽ വെച്ചു ആ ഭാഗം. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണനെ നാഗഭക്തിമാര് വന്ന് സ്തുതിക്കുകയാണ്. ഇവന്റെ ഉള്ളിൽ നിന്ന് വിഷം മുഴുവൻ പുറത്തേക്ക് വന്ന്, രക്തമൊക്കെ പുറത്തേക്ക് വന്ന് ഇവന്റെ എല്ലാ വിഷവും തീരും പോകും. നാഗഭക്തിമാര് വന്ന് കൃഷ്ണനെ സ്തുതിക്കുന്നു. എന്താ പറയണ അറിയോ? ദണ്ഡോഹിനായ ന്യായവുമാണ്. ഇവനെ ശിക്ഷിച്ചത് വളരെ നന്നായിന്ന്. ഏതെങ്കിലും ഭാര്യ ഭർത്താവിനെ നോക്കിക്കൊണ്ട് പറയുമോ അങ്ങോട്ട് 2 കിട്ടി നന്നായിന്ന്? അപ്പം ഭർത്താവിന്റെ കയ്യിരിപ്പ് അത്രയും നന്നായിരുന്നില്ല. കൊടുത്തത് നന്നായി കൃഷ്ണനാണ്. അങ്ങനെ കൃഷ്ണൻ അവന്റെ വിഷമൊക്കെ മാറ്റി അവനെ രമണകം എന്ന ദ്വീപിലേക്ക് പറഞ്ഞയച്ചു എന്നാണ്.
ഈ കഥകളൊക്കെ ഇന്നും വൃന്ദാവനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കഥകളാണ്. മനസ്സിലായില്ലേ? അതിനായിട്ട് പ്രത്യേകം ക്ഷേത്രങ്ങളും ഉം ഒക്കെ ഉണ്ട് വൃന്ദാവനത്തില്. വൃന്ദാവനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് അതൊക്കെ കാണാൻ പറ്റിയതൊക്കെ. ഇപ്പോഴും ആ കഥകളൊക്കെ വൃന്ദാവനത്തിന്റെ ചുറ്റുവട്ടത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നിങ്ങളൊക്കെ വൃന്ദാവനത്തിൽ പോയിട്ടുണ്ടോ? വൃന്ദാവനത്തിൽ പോകുമ്പം വൃന്ദാവനത്തിന്റെ ഈ ഉള്ളിൽ ഉള്ള കാളിയമർദ്ദന ലീല എന്നൊക്കെ പറയുന്നത് പ്രതീകാത്മകങ്ങളാണ്. ഒറിജിനൽ കാളിയമർദ്ദന ലീല എന്ന് പറയുന്നത് വൃന്ദാവനത്തിൽ നിന്നും ഒരു 4-5 കിലോമീറ്റർ ഉള്ളിലാണ്. ടോട്ടലി ഡിഫറെന്റ് ആണത്. അപ്പൊ നമ്മൾ ഈ കഥകളെ കാണേണ്ടത് എങ്ങനെയായിരിക്കണം? എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇത്തരം കഥകളെയൊക്കെ നമ്മൾ സിംബോളിഫിക്കേഷൻ എന്ന് പറയും, പ്രതീകാത്മകത. ഈ കാലഘട്ടത്തിന്റെ സന്ദേശങ്ങളാക്കുക, അത് മറക്കരുത് നമ്മൾ. അപ്പൊ ഇവിടെ കാളിയൻ ആരാണ്? കാളിയന്റെ 5 ഫണങ്ങൾ എന്താണ്? ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാളിയന്റെ ഫണങ്ങളൊക്കെ ഈ കാണേണ്ടത് മനുഷ്യന്റെ ഉള്ളിലുള്ള ആസുരികതകളെ കാണണം. ഇപ്പൊ ഗീതയിലെ 16-ാം അധ്യായത്തിലെ 4-ാം ശ്ലോകം വെച്ചിട്ട് വേണം കാളിയന്റെ ഫണങ്ങളെ നമ്മൾ കാണേണ്ടത്. അതായത് ഒരു വ്യക്തി, ശ്രദ്ധിക്കണം, ഒരു വ്യക്തിയെ പലപ്പോഴും ദുർബലനാക്കുന്ന വികാരങ്ങള്, ചിന്തകള് ആ വ്യക്തി അറിയുന്നില്ല, ആ വ്യക്തിയുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഭാരതീയ സംസ്കാരം പറയുന്നത് ആരും മോശക്കാരല്ല, ആരും മോശക്കാരല്ല. എന്തുകൊണ്ടാണ് പലരും വെറുക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് പലരും മറ്റുള്ളവരാൽ ഒറ്റപ്പെടുത്തുന്നത്? ഇത് നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറേ പേഴ്സണാലിറ്റിയിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് നമ്മൾ പൊതുവെ കേൾക്കുന്ന, വിവാഹമോചനത്തിൽ കേൾക്കുന്ന, സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടാണ് ഒന്നിച്ചു പോവാൻ പറ്റാത്തത് എന്നൊരു ഇതുണ്ടല്ലോ, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റണില്ല. അത് ഈ കുട്ടികളുടെയൊക്കെ ഉള്ളിലുള്ള ആസുരികതയുടെ സ്വാധീനമാണ്. എല്ലാവരിലും ആസുരികതയുണ്ട്, പക്ഷെ അത് ഓവർ ചെയ്താൽ, അതങ്ങോട്ട് സ്വാധീനിക്കപ്പെട്ടാൽ അത് മറ്റുള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ലവണ്ണം ബുദ്ധിമുട്ടാവും. അപ്പൊ ഈ കാളിയ പണമായി നമ്മൾ കാണേണ്ടത്, കാളിയനായി കാണേണ്ടത് എന്തായിരിക്കണം? 16-ാം അധ്യായം 4-ാം ശ്ലോകത്തിൽ പറയും, ദംഭോ ദർപ്പോഭിമാനശ്ച ക്രോധം പാരുഷ്യമേവച അജ്ഞാനം ചാഭിരാത്യം ച പാർത്ഥസമ്പദമാസുരിം. ആസുരികമായ സ്വഭാവങ്ങളെയാണ് എന്തായി കാണേണ്ടത്? കാളിയന്റെ ഫണങ്ങളായി കാണേണ്ടത്. അപ്പൊ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ സ്വഭാവം നന്നാവണമെന്നില്ല. ഒരു വ്യക്തിയിലുള്ള സ്വാർത്ഥത, ധാർഷ്ട്യം, അഹങ്കാരം, മനസ്സിലായില്ലേ? അതുപോലെ എടുത്തുചാട്ടങ്ങള്, കർക്കശമായ സ്വഭാവം, സംശയരോഗങ്ങള്, ഇങ്ങനെയുള്ള ദുർബലതകളൊക്കെ ഒരാളുടെ ജീവിത ബന്ധത്തെ, മറ്റൊരാളായിട്ടുള്ള കൂട്ടത്തിലുള്ള ബന്ധത്തെ താളം തെറ്റിച്ചു കളയും. അപ്പൊ തൻ്റെ ഉള്ളിലുള്ള ആസുരികതയാണ് തന്നെ അകറ്റാനും വെറുക്കാനും തന്നെ മടുക്കാനുമൊക്കെ മറ്റൊരാളെ പ്രേരിപ്പിക്കുന്നതെന്ന് ഈ പാവം അറിയുന്നില്ല. ഇവിടെയാണ് കൃഷ്ണൻ കാളിയ പണത്തിൽ കയറി. കൃഷ്ണൻ കാളിയനെ കൊല്ലുന്നില്ല. നോക്കൂ, എന്താണ് അങ്ങനെ ഒരു കഥ പറയാൻ കാരണം? കാളിയനെ കൃഷ്ണൻ വധിക്കുന്നില്ല, മറിച്ച് കാളിയന്റെ ഉള്ളിലുള്ള വിഷമാണ് പുറത്തു കളഞ്ഞത്. അപ്പോ അതിന് എന്ത് മനസ്സിലാക്കണം? കൃഷ്ണനാകുന്ന അനുഷ്ഠാനം കൊണ്ട്, ഒരു കൃത്യനിഷ്ഠമായ നാമജപ സംസ്കാരം കൊണ്ട്, അല്ലെങ്കിൽ അനുഷ്ഠാനം കൊണ്ട് തന്നിലെ ആസുരികതയുടെ പിടിയിൽ നിന്നും ഒരാൾക്ക് പുറത്തു കടക്കാൻ സാധിക്കും. അപ്പം ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നത്
ആരും നല്ലവരുമല്ല, ആരും മോശക്കാരുമല്ല. ഒരാളെ മോശക്കാരനാക്കുന്നത് തൻ്റെ തന്നെ സ്വഭാവത്തെ, എല്ലാവരിലുമുള്ള സ്വഭാവങ്ങളെ, അതിൽ നമ്മൾ പിടിവാശികൾ വെച്ച് ജീവിക്കുമ്പോൾ, വിട്ടുവീഴ്ചകളില്ലാതെ ജീവിക്കുമ്പോൾ, അത് മറ്റുള്ളവർക്ക് പൊരുത്തപ്പെടാൻ നല്ലൊരു ബുദ്ധിമുട്ടാണ്. അതാണ് ഈ പ്രായമുള്ളവരൊക്കെ ഭയങ്കര പിടിവാശി വെച്ച് ജീവിച്ചാൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും. നമ്മളെ സംബന്ധിച്ച് ഏത് സ്ഥലമായാലും എങ്ങനെയാലും അവിടെയും ജീവിതം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അതിനുള്ള ഒരു അനുഷ്ഠാന സംസ്കാരം നമ്മൾ പരിശീലിച്ചെടുക്കണം. എൻ്റെ വീട്, എൻ്റെ തലയണ, എൻ്റെ അങ്ങനെ ആ വാശിയിൽ ജീവിച്ചാൽ അത് കുറേ കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊരു ബാധ്യതയായി മാറും. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ ഇതൊക്കെ നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുമ്പോഴും അമിതമായി ആൺകുട്ടികളെ താലോലിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ സ്വഭാവങ്ങൾ മാറ്റും, അവരിൽ ആസൂര്യത വരുത്തും. അതായത് ഇവൻ കല്യാണം കഴിച്ചാൽ പിന്നെ ഒരു അടുക്കളയിലൊന്നും കയറില്ല, ഭാര്യയെ സഹായിക്കില്ല. കുറെ കഴിഞ്ഞാൽ ആ ജീവിതം ബുദ്ധിമുട്ടാണ്. അപ്പൊ ചിലതെല്ലാം ഇന്ന് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ ഇന്നത്തെ ആൺകുട്ടികളും, കാരണം പെൺകുട്ടി ഈക്വലി ജോലി ചെയ്യുന്നുണ്ട്. ഒരു പെൺകുട്ടിയും ആണിനെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പൊ ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ഇന്ന് അടുക്കളയും വീടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചേർന്ന് കൊണ്ടു നടക്കാനുള്ള ഒരു വിശാലത ആൺകുട്ടികളിലും. നേരെ മറിച്ച് വാശി പിടിച്ച് എൻ്റെ അമ്മ അതൊന്നും പറഞ്ഞില്ലേ, എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അടുക്കളയിൽ കയറി എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഈ തരത്തിലൊക്കെ ജീവിക്കാൻ തുടങ്ങിയാൽ അതിന്റെ പേര് ആസുരികത എന്ന് പറയും. എന്താണ്? ഇത്തരം ആസുരികതയാണ് കാളിയൻ എന്ന് പഠിക്കുന്നത്. മനുഷ്യ മനസ്സിലുള്ള ആസുരികമായ വികാരങ്ങളാണ്, ചിന്തകളാണ് കാളിയൻ വിഷമാണ്. ഈ വിഷത്തെ മാറ്റിയിട്ടില്ലെങ്കിൽ ആ കാളിയൻ മറ്റുള്ളവർക്കൊരു ബാധ്യതയും ഭാരവും ശാപവുമായി. അതുകൊണ്ടാണ് കാളിയൻ ഇരിക്കുന്നിടത്തോളം കാലം ഒരു പക്ഷി പോലും കാളിന്തിയുടെ മുകളിലൂടെ പോവില്ല. കാരണം ഇവന്റെ വിഷത്തിന്റെ ശക്തി. ഒരാൾക്കും വെള്ളം കുടിക്കാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ? ഇവനെ പിന്നെ പറഞ്ഞയക്കുന്ന എങ്ങോട്ടാണ്? രമണകത്തിലേക്കാണ്. എങ്ങോട്ടാണ്? രമണകം എന്ന് പറഞ്ഞാൽ എന്താണ്? രമണകം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും രമിക്കാൻ പറ്റുന്നൊരു അവസ്ഥയുള്ളിടത്ത്. അപ്പോ മറ്റുള്ളവർക്ക് പോലും സ്നേഹവും സന്തോഷവും ഇഷ്ടവും തോന്നുന്നൊരു സ്ഥലത്തെയാണ് എന്ത് പറയാ? രമണകം. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? കാളിയനിൽ നിന്നും രമണകത്തിലേക്ക് മാറുന്ന കാളിയൻ പോലെ എന്ന് പറഞ്ഞാൽ ഏത് മനസ്സിനും ആസുരികതയിൽ നിന്നും ദൈവീകതയിലേക്ക് മാറാൻ പറ്റും. ഇന്ന് അച്ഛനമ്മമാർക്ക് ആ വിഷനില്ല. എൻ്റെ മക്കളിൽ ഒരു ആസുരികത ഉണ്ടെന്ന് അച്ഛനമ്മമാര് കാണുന്നില്ല. അപ്പൊ കുട്ടികൾ വളർന്നു വരുംതോറും അവരുടെ പിടിവാശികളെല്ലാം, സംശയരോഗങ്ങളോ പിടിവാശികളോ ഒക്കെ കൂടി വന്നാൽ, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും, അപ്പൊ പിന്നെ അവിടെയൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോകൽ വളരെ ഉറക്കെ പറയൂ, ബുദ്ധിമുട്ടാണ്. ആണോ അല്ലയോ? അപ്പൊ ആ കുറച്ചൊരു വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ മനസ്സിൽ കുറച്ചൊരു ദൈവീകമായ ഒരു സംസ്കാരം ഉറക്കെ പറയും ഉണ്ടാവണം. നിങ്ങൾ നോക്കൂ, ഇപ്പൊ സീത, പാഞ്ചാലി, ഇവരൊക്കെ ശരിക്കും പറഞ്ഞ ഭർത്താക്കന്മാര് സീതയെ ഭർത്താവ്, പാഞ്ചാലിക്ക് ഭർത്താക്കന്മാര് വെറുക്കുന്ന ഘട്ടം വരെ ഉണ്ടോ? സീതയെ ചോതിൽ പണയം വെക്കുക യുധിഷ്ഠിരൻ. പാഞ്ചാലിയെ യുധിഷ്ഠിരൻ ചൂതിൽ പണയം വെക്കുക. ആ പാവം പീരീഡായിരിക്കുന്ന സമയത്താണ് ദുശാസനം വലിച്ചഴിച്ച് കൊണ്ടുവരുന്നത്, അല്ലേ? അങ്ങനൊരു നിന്ദ്യ പ്രവൃത്തി യുധിഷ്ഠിരൻ ചെയ്താൽ തീർച്ചയായിട്ടും പാഞ്ചാലിക്ക് വെറുപ്പുണ്ടാവില്ലേ?
എന്നാലും അത് പുറത്തുകൊണ്ട് വീണ്ടും അവരുടെ കൂടെ ജീവിക്കണമെങ്കിൽ അത്രയും അതിനുള്ളൊരു, പറയൂ, മാനസിക ബലം അല്ലേ? നിങ്ങൾ നോക്കൂ, സീതാദേവിയെ സ്വീകരിക്കുമ്പോൾ സീതാദേവി പറഞ്ഞു, നിന്നെ എനിക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് സീതയെ എന്ന് പറഞ്ഞപ്പോഴല്ലേ സീത അഗ്നിയിലേക്ക് ചാടുന്നത്, ഇല്ലേ? ഇന്നത്തെ പെമ്പിള്ളരാണെങ്കിൽ പറയും, അത് നേരത്തെ പറയായിരുന്നില്ലേ, ഞാൻ എന്റെ വഴി നോക്കിക്കോളാന്ന് പറഞ്ഞു പോവോ അവര്? എന്തോന്നും മിണ്ടാത്തത്, പോവില്ലയോ? അപ്പോ അന്നത്തെ സീതയ്ക്ക് അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു. ഇത് രാമൻ വ്യക്തിപരമായി പറയല്ല, രാമൻ ഒരു രാജ്യത്തിന്റെ രാജാവാണ്. അപ്പം ഒരു രാജ്യത്തിലെ രാജാവ് ഇങ്ങനെ ഒരാളെ കൊണ്ടുപോയാൽ നാളെ പ്രജകളും അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്താൽ രാജാവ് അതിനൊന്നും മിണ്ടാൻ പറയപ്പറ്റില്ല. കാരണം അന്നത്തെ നിയമവ്യവസ്ഥകൾ നടത്തിക്കൊണ്ടിരുന്ന ജഡ്ജിമാര് കൂടിയായിരുന്നു ആര്? രാജാക്കന്മാര്. അപ്പൊ രാമൻ എന്നൊരു വ്യക്തിയല്ല അവിടെ ഈ സംശയിക്കുന്നത്. രാമൻ എന്നൊരു രാജാവ് പ്രജകൾക്ക് വേണ്ടിയിട്ടാണ് സീതാദേവിയോട് പറയുന്നത്. അത് സീതയ്ക്ക് അറിയാം. ഈ തരത്തിലുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായതിന് കാരണം അവര് കൊണ്ടു നടന്ന അനുഷ്ഠാനത്തിന്റെ ശക്തി കൊണ്ട് അവരിലെ ആസുരികത, ആ ഒരു സംശയവും എടുത്തുചാട്ടവും ക്രോധവും അവരെ സ്വാധീനിക്കാൻ അവര് അനുവദിച്ചില്ല. അപ്പൊ ഈ അനുഷ്ഠാനം എന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ്. കാളിയന്റെ പണത്തിലിരിക്കുന്ന കൃഷ്ണൻ എന്നാൽ ആസുരികമായ ദുർബല വികാരങ്ങളെ മാറ്റാൻ സാധിക്കുന്ന നാമജപ സംസ്കാരം. അപ്പൊ കൃഷ്ണനാകുന്ന നാമജപ ശക്തി കൊണ്ട് വേണം ഉള്ളിലുള്ള ആസുരികതയെ നമ്മള് ഉറക്കെ പറയൂ, മാറ്റി നിർത്താൻ. അപ്പം ഒരു ചിട്ടയോടുകൂടി കുട്ടികളെ ജീവിപ്പിക്കേണ്ടത് ആവശ്യമാണോ? നമ്മൾ കോംപ്രമൈസ് ചെയ്തു, നമ്മൾ ട്യൂഷന് പറഞ്ഞയച്ചു. അതുകൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളിൽ ഒരു തരത്തിലും അഡ്ജസ്റ്റ്മെന്റുകൾ ഇല്ലാതെ പോയത്. ആണോ? ഇതിനൊരു മാറ്റം വരുത്താൻ എന്താ വഴി? കോടതികളാണോ ഒരു വഴി? പറയൂ, കോടതികളിലൂടെയാണോ? കൗൺസിലിംഗ് ആണോ ഇതിനൊരു വഴി? പറയൂ നിങ്ങൾ. ഒരു രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകുന്ന നാമം ജപിക്കുന്ന സംസ്കാരം കുട്ടികളിൽ ഉണ്ടായിന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു, ഇനിയിപ്പോ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലിരുന്നെങ്കിലും നാമം ജപിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിന്ന് വിചാരിക്കുക. ആ കുട്ടികളിലുള്ള മനോബലം മറ്റുള്ളവരെക്കാൾ വളരെ കൂടുതലായിരിക്കും. കാരണം ഇതൊരു സയൻസ് ആണ്. നിങ്ങൾ നോക്കൂ, അതെങ്ങനെയാണ് നമ്മൾ പഠിക്കാതെ പോയത് എനിക്കറിയില്ല. നാമം നമ്മൾ ആവർത്തിക്കുമ്പോൾ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും, നമ്മുടെ ശ്രദ്ധ കുറച്ചെങ്കിലും നാമത്തിലേക്ക് പോവില്ലേ? പോവില്ലയോ? അങ്ങനെ ആ നാമം ആവർത്തിക്കുമ്പോൾ, ശ്രദ്ധ അതിലേക്ക് പോകുമ്പോൾ മനസ്സിന് ആകർഷണ ശക്തിയുണ്ട്. മനസ്സിന് എന്തുണ്ട്? അപ്പൊ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള നാമത്തിന്റെ ഊർജത്തെ ആര് അബ്സോർബ് ചെയ്യും? ശ്രദ്ധ അതിലേക്ക് പോകും തോറും മനസ്സ് ആ നാമത്തിന്റെ പോസിറ്റീവ് എനർജിയെ നോക്കൂ, നമ്മുടെ മുഖത്ത് നോക്കി കുറെ ചീത്ത വാക്ക് പറയുക ഒരാള്, നിങ്ങൾ കഴുതയാണ്, നിങ്ങൾ അത്താണ്, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തട്ടുമ്പോൾ ഉള്ളിലൊരു മനോവേദന കൊണ്ട് നമ്മളൊന്ന് ഡൗൺ ആവുമോ? ഉണ്ടാവൂല്ലയോ? ഇല്ല. നിങ്ങളെന്താ പൊട്ടന്മാരാണോ? കാത് കേൾക്കുന്നവർക്ക് ഉള്ളിൽ തട്ടും, കേൾക്കുമ്പോൾ ഉള്ളിൽ തട്ടില്ലേ? ഇല്ല. അപ്പം എങ്ങനെയാ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഡൗൺ ആയി പോയത്? കാരണം ആ ചീത്ത വാക്കുകളിൽ നിന്നുള്ളൊരു നെഗറ്റീവ് ഊർജം നമ്മുടെ മനസ്സ് അബ്സോർബ് ചെയ്തു. അപ്പൊ എത്ര നെഗറ്റീവ് വലിക്കുന്നുണ്ടോ അത്രയും മൈൻഡ് നമ്മളെ എന്താക്കി? തളർത്തി. അപ്പൊ ഒരു നെഗറ്റീവ് വാക്കിൽ നിന്ന് ഒരു നെഗറ്റീവ് ഊർജത്തെ എടുത്ത് മനസ്സിനെ ഡൗൺ ആക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഒരു നാമം ജപിക്കുമ്പോൾ അതിലെ പോസിറ്റീവ് ഊർജം എടുത്തിന് മനസ്സിനെ നമ്മളെ ഉയർത്താൻ കഴിവുണ്ടാവില്ലേ? അതാരും പഠിച്ചില്ല, ആരും മനസ്സിലാക്കിയില്ല, ആരും പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ട് നാമജപത്തിന് കാര്യമായിട്ടൊരു പ്രാധാന്യം നമ്മൾ കൊടുത്തില്ല. അതുകൊണ്ട് പല കുട്ടികളും എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷെ അവര് കൾച്ചേർഡ് അല്ല.
അവർ എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷെ അവര് മെച്യൂർഡ് അല്ല. അവർ എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് ഒരു സെൽഫ് കൺട്രോൾ ഇല്ല. ശരിയാണോ ഞാൻ പറയണത്? ശരിയാണോ പറയണത്? ഇത് കാളിയമർദ്ദന ലീലയുടെ നമ്മൾ പഠിക്കണം. അതായത് ഒരു അൺകൾച്ചേർഡ് ആയിട്ടുള്ള, ഒരു ഇമ്മെച്യൂർഡ് ആയിട്ടുള്ള, ഒരു വളരെ ഇമോഷണലി സെന്റിമെന്റ് ആയിട്ടുള്ള ഒരു മനസ്സിനെ നാമജപത്തിലൂടെ നമുക്ക് ഒരു പോസിറ്റീവ് മൈൻഡാക്കി മാറ്റാം എന്ന് പഠിപ്പിക്കുന്ന ലീലയാണ് കാളിയ മർദ്ദന ലീല. അപ്പൊ ഇവിടെ കാളിയൻ എന്നത് ആരാണ്? കാളിയൻ ആരാണ്? നമ്മളിലെ ദുർബല മനോവികാരങ്ങളാണ്. കൃഷ്ണൻ ആരാണ്? കൂടെ വരണം നിങ്ങള്. ആരാണ് ഈ കൃഷ്ണൻ? നമ്മൾ ഇത്രയും പറഞ്ഞില്ലേ? ആരാണ് കൃഷ്ണൻ? നാമജപമാണ് കൃഷ്ണൻ. ആരാണ് കൃഷ്ണൻ? ഒരു അനുഷ്ഠാനം, നാമജപമാണ് കൃഷ്ണൻ. അപ്പൊ നാമജപമാകുന്ന കൃഷ്ണനെ കൊണ്ട് വേണം ഉള്ളിലെ ദുർബലതകളാകുന്ന കാളിയ പണത്തെ ചവിട്ടി അതിലുള്ള സ്വാർത്ഥതയും അഹങ്കാരവും ഒക്കെ ദുരഭിമാനവും എടുത്തുചാട്ടമൊക്കെ പുറത്തേക്ക് കളയാൻ. അപ്പൊ ജീവിതം രമണകമായി മാറി. എന്ത് നല്ല കഥകളാണ് നോക്കൂ നിങ്ങൾ. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ഈ കഥകളെ വ്യാഖ്യാനിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിന്റെ സന്ദേശങ്ങളായി ഭാഗവത കഥകളെ നമുക്ക് കാണാൻ സാധിക്കണം. സ്റ്റോറി ഈസ് ഓൾഡ്, ബട്ട് ദ ഐഡിയ ഈസ്, ദ മെസ്സേജ് ഈസ് ന്യൂ എന്നാണ്. അതാണ് പുരാണം. പുരാണം, പുരാണം എന്ന വാക്കിന്റെ അർത്ഥം ദ സ്റ്റോറി പുരാ. പുര എന്ന് പറഞ്ഞാൽ പണ്ടത്തെ സ്റ്റോറിയാണ്. പക്ഷെ നം എന്നുള്ളതിന് നവെന്നാണ് അർത്ഥം. പക്ഷെ ദ ഐഡിയ, ആശയങ്ങള്, സന്ദേശങ്ങൾ നവവും. അപ്പൊ നവമായ ആശയത്തെ പഴയ കഥയിലൂടെ കാണാൻ സാധിക്കുന്ന ഗ്രന്ഥങ്ങളുടെ പേരാണ് എന്ത്? പുരാണം. ഇവിടെ എന്ത് വെറും കഥ പറഞ്ഞു പോയാൽ എന്താ പ്രശ്നം? കാലഘട്ടത്തിന്റെ സന്ദേശങ്ങളൊന്നും നമുക്ക് കഥകളിലൂടെ വായിച്ചെടുക്കാൻ, മനസ്സിലാക്കിയെടുക്കാൻ പറ്റാതെ വരും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ ഭാഗവതത്തെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും സാധിച്ചാൽ ഒരു തലമുറയെ നമുക്ക് വലിയ ദുരന്തങ്ങളിൽ നിന്നും കുടുംബ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ സാധിക്കും. പഴയ കാലഘട്ടത്തിലെ പല കഥകൾ നോക്കൂ നിങ്ങൾ. ഇപ്പൊ കുചേല ചരിതം നാളെ നമ്മൾ കാണും. ആ കുചേലൻ ജോലിയൊന്നും ചെയ്തിട്ടില്ല. വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ആള് നാമജപത്തിൽ മുഴുകിയെന്നാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഓരോ വീടുകളിൽ പോയി യാചിച്ചു കൊണ്ടുവന്നിട്ടാണ് ആരെ നോക്കിയത്? യാചിച്ചിട്ടാണ് ഇദ്ദേഹത്തിന് വേണ്ട അഷ്ടിമുട്ടി ജീവിതമൊക്കെ കൊണ്ടു നടന്നത്. വിദ്യാഭ്യാസമുള്ള കൃഷ്ണനെ പോലെ വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു ആര്? കുചേലൻ. കാര്യമായിട്ട് പണിക്കൊന്നും പോയില്ല. എന്ത് ചെയ്തു? ഇരുന്ന് ജപിച്ച് അദ്ദേഹത്തിന് അതിന് താല്പര്യം വന്നു. അപ്പൊ ഭാര്യ ഓരോ വീടുകളിൽ പോയിട്ടൊക്കെ യാചിച്ച് കൊണ്ടുവന്ന് ആരെ നോക്കും? സുധാമാവിനെ നോക്കും. എന്നാലോചിച്ച് നോക്കൂ. ഒരു പണിക്കും പോവാതെ വിദ്യാഭ്യാസമുള്ള ഒരാൾ വീട്ടിലിരിക്കുന്നു, ജപിക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. എന്നിട്ട് ഭാര്യ ഓരോന്ന് പണിയെടുത്ത് കൊണ്ടുവരുന്നു. എന്നിട്ട് ഭർത്താവിനെയും നോക്കുന്നു. അത് അത്രയും ആ ഭർത്താവിനോടൊരു ആദരവുള്ളത് കൊണ്ട് ആവില്ല ചെയ്തിട്ടുണ്ടാവുക. ഒന്നിക്ക് നിവൃത്തികേട് കൊണ്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതിലും വേറെ ഒന്നും കിട്ടാൻ പോണില്ല. അതിന് നല്ല ഇരുമ്പ് തന്നെ കൊണ്ടു നടക്കാം. തീറ്റി പോയിട്ട് കൊണ്ടു നടന്നാലും കുഴപ്പമില്ല. നിവൃത്തികേട് കൊണ്ടാണോ സുധാമാവിന്റെ ഭാര്യ സുധാമനെ കൊണ്ടു നടന്നത്? അത് ബഹുമാനം കൊണ്ടാണോ? അത് നിങ്ങളാ പറയേണ്ടത്. സുധാമാവിന്റെ ഭാര്യയ്ക്ക് സുധാമാവിനോട് ബഹുമാനമായിരുന്നു, അതോ പെട്ടുപോയി ഇനിയിപ്പോ ഇത് കൊണ്ടു നടന്നല്ലേ മറ്റുള്ള ദൈവമേ? നിവൃത്തികേടായിരുന്നോ? പറയൂ.
അപ്പൊ എന്താണ് ആ ബഹുമാനം ഉണ്ടാക്കാൻ ആ ഒരു ജോലി ചെയ്യുന്നില്ല, ഒരു വരുമാനവും ഇല്ല, പാവം ഭാര്യ പോയി യാചിക്കണം. ഇന്നത്തെ പെമ്പിള്ളേര് തയ്യാറാവോ? ഒന്നും മിണ്ടാത്തത് നിങ്ങള്. ഇന്നത്തെ പെമ്പിള്ളേര് തയ്യാറാവോ? എന്ത് ചെയ്യും? തോണ്ടി പുറത്തിട്ടില്ലേ? വാതിലടച്ച് കുറ്റിയിടില്ലേ? ഉണ്ടോ ഇല്ലയോ? അതെന്തുകൊണ്ട്? സുദാമാവിന്റെ ഭാര്യയ്ക്ക് സുദാമാവിൽ ആദരണീയമായൊരു സംസ്കാരം കാണാൻ പറ്റി. ഉണ്ടോ? എന്ത് കാണാൻ പറ്റി? വളരെ ആദരണീയമായൊരു സംസ്കാരം. ആ ഭാഗവത്തിൽ കാണാം. സുദാമാവിന് നാളെ നമ്മൾ പഠിക്കുക കഥ. ഞാനൊന്ന് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു മാത്രം. 3 ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ഭാര്യ എന്തു കൊടുത്താലും പരാതിയില്ല, എന്തു കൊടുത്താലും തൃപ്തി എന്നേ പറയുള്ളൂ. നന്നായി നീ പറഞ്ഞു. ഇന്നതൊക്കെ വേണമെന്നൊരു പ്രതീക്ഷയും ആഗ്രഹവും ഡിമാൻഡും ഇല്ല. അപ്പൊ അങ്ങനെയുള്ളതിനോട് ആദരവ് കൂടുമില്ലയോ? പറയൂ, കൂടില്ലേ? ആ സംസ്കാരം സുദാമാവിന് കിട്ടിയത് എവിടുന്നാ? ഈ നിരന്തരമായ അനുഷ്ഠാനത്തിനാണ്. അപ്പൊ ഒരു കാര്യം ഉറപ്പല്ലേ, കുട്ടികൾ ഈ അനുഷ്ഠാനം കൊണ്ടുപോയാൽ അവരിൽ എന്തൊക്കെ ന്യൂനതകൾ ഉണ്ടെങ്കിലും പരസ്പരമായൊരു ബഹുമാനം ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്തായാലും ഒരു കാര്യം തീരുമാനിക്കണം. നാമജപമില്ലാത്ത ഒരു കുട്ടിയും നമ്മുടെ വീടുകളിൽ ഉറക്കെ പറയൂ, ഇത് നിങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത്. നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇനി വലിയവരായാലും അവരോട് എന്ത് പറയണം? മക്കളുടെ കൂടെയൊക്കെ പോയി നിൽക്കണമെങ്കിൽ ഡിമാൻഡ് വെക്കണം. നിങ്ങൾ നാമം ചൊല്ലുന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് താമസിക്കുന്നു. പറയാനുള്ള ഗഡ്സ് ഉണ്ടോ നിങ്ങൾക്ക്? മിണ്ടണില്ല. കണ്ടില്ലേ? കാളിയമർദ്ദനയിലൊക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എങ്ങനെ വന്നാൽ അപകടമാണ്. അത് പറയാനുള്ള ഗഡ്സ് ഉണ്ടോ നിങ്ങൾക്ക്? എത്ര പേര് കണ്ട്? നിങ്ങൾ നാമജപങ്ങളൊക്കെ ചെയ്താലേ ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് താമസിക്കുള്ളൂ എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടോ? അങ്ങനെയുള്ള വീട്ടിലേ നിങ്ങൾ പോവുള്ളൂ എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്റെ കൂടെ വന്ന് താമസിക്കണമെങ്കിൽ നിങ്ങളിതൊക്കെ ചെയ്യണം എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടോ? ധൈര്യമുണ്ടോ? നമുക്ക് ഇപ്പൊ എവിടെ കടക്കണോ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ? അവർക്കൊരു നാമജപ സംസ്കാരവുമായി യാതൊരു പുറകെ പറയൂ ബന്ധമില്ല. 2 കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കണം. ഒന്നുകിൽ അവര് നാമജപ സംസ്കാരം ഉണ്ടെങ്കിലേ നിങ്ങൾ അടുത്ത് വന്ന് താമസിക്കാവൂ. അവര് ആ സംസ്കാരം ഉണ്ടെങ്കിലേ നിങ്ങൾ അങ്ങോട്ട് പോവുള്ളൂ എന്നൊക്കെ തീരുമാനിച്ചാൽ ക്രമേണ 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 അവരങ്ങനെ ഒരു സംസ്കാരമുള്ളവരായി. അത് നേരിട്ട് അങ്ങനെ കുറ്റപ്പെടുത്തി പറയരുത്, ഒരു മയത്തി പറയണം. എനിക്കൊരു അനുഷ്ഠാനമുണ്ട്, അവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ വരാൻ എനിക്ക് ഒരു താല്പര്യക്കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ക്രമേണ അവർക്ക് മനസ്സിലാവും നമ്മളും ഇതൊക്കെ എന്ത് ചെയ്യണം. എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? ഇതൊക്കെ ഒന്ന് കൊണ്ടു നടക്കണമെന്ന്. അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ വീടുകളിൽ കൊണ്ടുവരാൻ ഒരു പ്രചോദനത്തിന് വളരെ ഉപകരിക്കുന്ന കഥയാണ് ഇത്, കാളിയ മർദ്ദന ലീല. ഇത് കുറച്ചൊരു പണിയെടുക്കാനുണ്ട്, മനസ്സിലായില്ലേ? കഥ കേൾക്കാൻ എളുപ്പമാണ്, പക്ഷെ അതിനെ നവമായൊരു ജീവിത സംസ്കാരത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കുക, നമ്മൾ എന്തായാലും എന്തന്വേഷിക്കണം? നമ്മളെന്തായാലും എന്ത് ചെയ്യണം? നാമജപ സംസ്കാരം ഉള്ളവരായി മാറണം. അത് ഈ കഥയിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിലെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള കാളിയ സംസ്കാരത്തെ നമുക്ക് പതുക്കെ മാറ്റാം. നോക്കൂ, ഒരു സംസ്കാരത്തെ മാറ്റാൻ വേറൊരു മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് ഭാരതീയ ഋഷിവര്യന്മാർ ഉറപ്പുതരികയാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നിരന്തര നാമജപം കൊണ്ട് ഒരു രത്നാകരൻ ആരാവാം? വാത്മീകിയാവാം. അപ്പൊ നമ്മളും അങ്ങനെ ജപിക്കാൻ തുടങ്ങിയാൽ ആരാവാം? വാത്മീകിയോ?
വാത്മീകിയെ പോലെയാവാം. അല്ല, നിങ്ങൾ എന്തിനാ വാത്മീകിയാവണത്? ആരെ പോലെയാവാം? വാത്മീകിയാവാനല്ല, വാത്മീകിയെ പോലെയാവാം. അതല്ലേ പറ്റുള്ളൂ. വാത്മീകി ഓൾറെഡി മറ്റേ ആളായിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നാമജപ സംസ്കാരത്തിലൂടെ ഒരു പരിവർത്തനം സാധ്യമാണ്. നാമജപത്തിലൂടെ ഒരു മാറ്റം സാധ്യമാണ്. ഗീതയില് 9-ാം അധ്യായത്തിലെ 30-ാം ശ്ലോകം, ഇതൊക്കെ എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാവും. ഭഗവത്ഗീതയില് 9-ാം അധ്യായത്തിലെ ഒരു കൗൺസിലിങ്ങിനും പോണ്ട, ഒരു സൈക്കട്രിസ്റ്റിന്റെ അടുത്തും പോണ്ട. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ എവിടെ എത്തിക്കാന്നറിയോ? മറ്റത് കല്യാണം കഴിഞ്ഞാൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം, സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകണം. ഇതൊക്കെ എന്തുകൊണ്ട് വന്നു? കാരണം ആ മനസ്സ് പലതരത്തിലുള്ള ദുർബലതകളിൽ കുരുങ്ങിപ്പോയതുകൊണ്ട്. ഇവിടെ എന്താ പറയുന്നത് കൃഷ്ണൻ? അഭിഛേദസു ദുരാചാര, 9-ാം അധ്യായം കണ്ടില്ലേ? അഭിഛേദസു ദുരാചാര ഭജതേ മാമനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസ്ഥിതോ ഹി സഹ. അഭിഛേദ് ഒരാള് ദുരാചാര അഭിഛേദ്. ഒരാളുടെ ജീവിതത്തിൽ എല്ലാ ദുരാചാരങ്ങൾ ഉണ്ടായാൽ പോലും, അഭിഛേദ് എന്ന് പറഞ്ഞാൽ പോലും, ഉണ്ടെങ്കിൽ പോലും, അതായത് ഒരാളുടെ മനസ്സത്ര നല്ല മനസ്സൊന്നും അല്ലെങ്കിൽ പോലും, നമ്മൾ പറയില്ലേ ഈവനീം, അങ്ങനെയാണെങ്കിൽ പോലും, ഭജതേ മാമനന്യഭാഗ്, ഭജതേ ആരാണോ എന്നെ നാമജപം ഭജിക്കുന്നത്, എങ്ങനെ ഭജിക്കുന്നത്? അനന്യബോധത്തോടെ. എങ്ങനെ എന്ന് വെച്ചാൽ ആ നാമജപത്തിൽ അത്രയും ആസക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്ക് മറക്കരുത് നിങ്ങൾ. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നാമത്തിലുള്ള ആസക്തിയാണ് ഭക്തി. അതിലത്രയും ലയം വന്ന് ജപിക്കുമ്പോൾ സാധുരേവ സമന്തവ്യ, അവര് ക്രമേണ സാധു, സംസ്കൃതത്തിൽ സാധു എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ, മഹാൻ എന്നൊക്കെയാണ്. പാവം എന്നുള്ള അർത്ഥത്തിലല്ല സാധു. സംസ്കൃതത്തിൽ സാധു എന്ന് പറയുന്നത് ശ്രേഷ്ഠനാണ്. സാധു, സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസ്ഥിതോ ഹി സഹ. ക്രമേണ അവരുടെ മനസ്സ് വ്യവസ്ഥിതമായി തീരും. എന്ന് വെച്ചാൽ നേരത്തെയുള്ള പിടിവാശിയും എടുത്തുചാട്ടവും സംശയരോഗവും ദേഷ്യവും ഒക്കെ ക്രമേണ സെറ്റിൽ ഡൗൺ ചെയ്ത് കുറേയും കൂടി ഒരു മെച്യൂരിറ്റി, അഡ്ജസ്റ്റ്മെന്റും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായി ആള് കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറും. ഈ മാറ്റം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഭജതേ അനന്യത. ആ വാക്ക് മറക്കരുത്. ഏത് വേണം? ഭജിക്കണം, അനന്യഭാഗ്. അപ്പൊ നാമജപം ജീവിതത്തിന്റെ ഒരു ഭാഗമായി, ഒരു അനുഷ്ഠാനമായി രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ അവർക്ക് പറയൂ കൊണ്ട് നടക്കണം. അതിന്റെ ഒരു പ്രാധാന്യം നോക്കൂ. ഇതൊക്കെ ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്നെങ്കിൽ, ഇതെല്ലാവരും ഉൾക്കൊണ്ടിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു ഈ ഭാരതത്തിലെ, നമ്മുടെ കേരളത്തിലെ കുട്ടികൾ? മനസ്സിലായില്ലേ? സപ്താഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആരൊന്നും വേണ്ട പോലെ നമ്മളെ കൺവിൻസ് ചെയ്തില്ലേ. നാമജപമൊക്കെ ഉണ്ട് നമുക്കറിയാം, പക്ഷെ അതിൻ്റെ ഒന്നും പ്രാധാന്യം പലർക്കും പറയൂ അറിയില്ല. പലരും നാമം ജപിക്കുന്ന ചടങ്ങ് പോലെയാണ്. പലരും വിചാരമൊക്കെ ദൈവത്തെ കേൾപ്പിക്കാനാണെന്നുള്ളത്. പിന്നെയല്ലേ മനസ്സിലായത് ദൈവത്തെ കേൾപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. അതുകൊണ്ടാണ് നമ്മളെ കുട്ടികൾ ചോദിക്കണം, നാമം ചൊല്ലിയുണ്ടെന്നാ പരീക്ഷ പാസ്സാകൂ, നാമം ചൊല്ലിയുണ്ടെന്നാ ദൈവം വന്ന് പരീക്ഷ പേപ്പർ നോക്കൂ, നാമം ചൊല്ലിയുണ്ട് എൻ്റെ ജോലി ദൈവം നോക്കൂ. അപ്പൊ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചു പോയി, ദൈവത്തിന് വേണ്ടിയിട്ടാണ്, ദൈവത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊന്നും ദൈവത്തിന് വേണ്ടിയിട്ടല്ല. ഇതെല്ലാം അവനവന്റെ മനസ്സിനെ ദുർബലതകളിൽ നിന്നും പക്വതയിലേക്ക് ഉയർത്താനാണെന്ന് ആരും പറഞ്ഞു തന്നില്ല. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നെങ്കിൽ, ഓ ഇത് എനിക്ക് ആവശ്യമാണ്, ഇതെന്റെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യും, മനസ്സിലായില്ലേ, എന്റെ സ്വഭാവത്തിൽ കുറേയും കൂടി എനിക്ക് ഒരു നല്ല സ്വഭാവത്തെ വാർത്തെടുക്കാൻ സാധിക്കും, ഈ ബോധം നമ്മളിൽ ഉറപ്പായിട്ടും ഉണ്ടാകുമായിരുന്നു. ഏതായാലും ഇങ്ങനെ ഈ ഒരു കഥ
പറഞ്ഞു. ഈ കഥയുടെ പേരാണ് കാളിയ മർദ്ദന ലീല. അത് ഞാൻ പറഞ്ഞ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഒരുപാട് സമയം പോകും. അത് കഴിഞ്ഞ് കൃഷ്ണൻ അങ്ങനെ വളർന്ന് വലുതാവുന്നു. വലുതായി വലുതായി കൃഷ്ണന്റെ ആ ഒരു നോട്ടവും ഭാവവും നൃത്തവും പാട്ടും ഗോപികമാരെ ഏറെ വശീകരിച്ചു. അവർക്ക് കൃഷ്ണനെ കാണാൻ പറ്റുന്നില്ല. ഡെയിലി അവർക്കാരെ കാണണം? കൃഷ്ണനെ. അതിപ്പോ ഇന്നത്തെ കുട്ടികളുണ്ടല്ലോ, പ്രേമത്തിൽ വീണ തോണ്ടിക്കൊണ്ടേയിരിക്കണം അവർക്ക് ചാറ്റ് ചെയ്യണം, തോണ്ടണം, അല്ലേ? എന്നതുപോലെ ഗോപികമാർക്ക് കൃഷ്ണനോട് അത്രയും ഒരു തീവ്ര അനുരാഗം വന്നു. അവർക്ക് കൃഷ്ണന്റെ പാട്ട് കേൾക്കണം, കൃഷ്ണനോട് എന്തെങ്കിലും സംസാരിക്കണം. കൃഷ്ണനെ കാണാതിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോ അവരുടെ ഉള്ളില് ഒരു തോന്നല്, വൃശ്ചികമാസം വരികയാണ്. വൃശ്ചികല്ല, ധനുമാസം. ഈ ധനുമാസത്തില് കാത്യായനി ക്ഷേത്രമുണ്ട് വൃന്ദാവനത്തിൽ. ഇപ്പൊ കൃഷ്ണന്റെ കാലഘട്ടത്തിൽ തന്നെ കാത്യായനി ക്ഷേത്രമുണ്ട്. അങ്ങനെ കാത്യായനി ക്ഷേത്രത്തില് ഇവര് ഒരു വ്രതം അനുഷ്ഠിക്കും. കാത്യായനി വ്രതം, ദേവിയുടെ വ്രതം അനുഷ്ഠിക്കും. അങ്ങനെ ആ വ്രതം അന്നത്തെ അനുഷ്ഠിച്ചത് അവര് ഗോപികമാര് കൃഷ്ണനെ ഭർത്താവായി കിട്ടാനുള്ള വ്രതമായിരുന്നു. അങ്ങനെ അവര് മന്ത്രവും ചൊല്ലി. എന്താ മന്ത്രം? കാത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിമ്മേ കുരുതേ നമ. ഇതാണ് അവർ ചൊല്ലിയ മന്ത്രം. അതെന്താ പറയുന്നത്? കാത്യായനി ദേവിയോട് പറയാണ്, നന്ദഗോപസുതം പതിം കുരു. നന്ദഗോപസുതം ആരാണത്? നന്ദഗോപരുടെ പുത്രൻ കൃഷ്ണൻ. പതിം കുരു പറഞ്ഞാൽ പതിയായി മാറട്ടെ. കുരു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു തന്നാലും, അതായത് കൃഷ്ണനെ ഞങ്ങൾക്ക് ഭർത്താവായി തന്നാലും. എത്ര ഗോപികമാരാണ്? ആകെ എത്ര കൃഷ്ണനുണ്ട്? ഒരു കൃഷ്ണനും ഉണ്ട്, നൂറുകണക്കിന് ഗോപികമാരുണ്ട്. എല്ലാവർക്കും ആരെ ഭർത്താവായി കിട്ടണം? കൃഷ്ണനെ. അപ്പൊ ഇവരെല്ലാം ആ ഒരു ധനുമാസ ദിവസത്ത് ആ തണുപ്പുള്ള രാത്രിയില് പുലർച്ചയ്ക്ക് ഇറങ്ങി കാളിന്തി തീരത്തെത്തി. വസ്ത്രമൊക്കെ അവര് അഴിച്ചു വെച്ചു. അപ്പൊ അന്നത്തെ പോലെ ഇന്നിപ്പം അങ്ങനെ പറ്റില്ല. പണ്ടൊക്കെ അങ്ങനെ ആൾക്കാർ അങ്ങനെ കുളിക്കണ്ടായിരിക്കാം. തുണിയൊക്കെ അവിടെ അഴിച്ചു വെച്ചിട്ട് അവര് ആ നാണും മാനൊന്നും നോക്കാതെ അവിടെ വെള്ളത്തില് മുങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് പോരും. അങ്ങനെയാണ്. അന്ന് അവര് അവിടെ തുണിയൊക്കെ അഴിച്ചു വെച്ച് വെള്ളത്തിൽ മുങ്ങി ഉറക്കെ ചൊല്ലുകയാണ്, കാത്യായനി മഹാമായേ മഹായോഗിന്യീശ്വരീ നന്ദഗോപസുതം ദേവി പതിമ്മേ കുരുതേ നമ എന്നൊക്കെ ചൊല്ലി അവരങ്ങ് മുങ്ങി പൊങ്ങുമ്പോഴേക്കും അവർക്ക് കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ നാദം കേൾക്കാൻ പറ്റി. ആ പുല്ലാങ്കുഴൽ കേട്ടപ്പോഴേ അവരുടെ ഉള്ളിൽ ഒരു രോമാഞ്ചം. കാരണം അവരുടെ മനസ്സ് പറയുന്ന ആ പുലർച്ചയ്ക്ക് അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല കൃഷ്ണനെ. അവരുടെ മനസ്സ് പറയുന്നത് ഞങ്ങളുടെ ആ ഒരു പ്രാർത്ഥന ദേവി കേട്ടത് കൊണ്ടാണ് കൃഷ്ണന്റെ ഈ ഓടക്കുഴൽ നാദം ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് എന്നുള്ളൊരു തോന്നല്. അത് കഴിഞ്ഞ് ഒരു ഗോപിക മറ്റുള്ള ഗോപികമാരോട് പറഞ്ഞു, ദേ അങ്ങോട്ട് നോക്കുന്നു. കൃഷ്ണൻ അവര് കുളിക്കുന്ന ആ കാളിന്തിയുടെ തീരത്തുള്ള മരത്തിന്റെ മുകളിലാണ് കയറി നിൽക്കുന്നത്. അവിടെ ഇരുന്നിട്ടാണ് പുല്ലാങ്കുഴൽ. സന്തോഷം കൊണ്ട് അവരങ്ങനെ കൈകൂപ്പോഴാണെന്ന് വേറൊരു ഗോപിക പറഞ്ഞത്. കൃഷ്ണന്റെ അടുത്ത കൊമ്പിലേക്ക് നോക്കിയോ എന്ന്. അടുത്ത കൊമ്പിലേക്ക് നോക്കുമ്പോ എന്താണ്? മൊത്തം തുണി അവിടെ തൂക്കിയിട്ടിരിക്കുക. താഴെയുള്ള തുണിയെല്ലാം വാരി മുകളിൽ കൂടിയിട്ടിരിക്കുന്നു. അപ്പോഴാണ് ഇവർക്ക് ബോധം വന്ന, അയ്യോ തുണിയില്ലല്ലോ എന്ന്. ഒരു തുണിയില്ലാതെ വെള്ളത്തിൽ കിടക്കണതേ. എല്ലാവരും കഴുത്ത് വരെ വെള്ളത്തിൽ മുങ്ങറ്റ നിൽക്കുക. കാരണം കൃഷ്ണൻ മുകളിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആകെ നാണക്കേട് വന്ന് അപ്പോഴേക്കും ഇവര് കെഞ്ചി കേണ്
അവര് മന്ത്രമൊക്കെ മാറ്റി, പതിയും ഗുരു എന്നൊക്കെ മാറ്റി ഇപ്പൊ തുണിം ഗുരു എന്നാക്കി. ഞങ്ങൾക്ക് ഇനി പതിയൊന്നും വേണ്ട, ഞങ്ങൾക്ക് എന്ത് മതി, പതിയെ ഞങ്ങളുടെ തുണി തന്നാ മതി, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ നാണക്കേടുന്നൊന്ന് പുറത്ത് കിടന്നാ മതി. കൃഷ്ണ വാസന്തീയതാം, ഞങ്ങൾ അവിടുത്തെ തോഴികളല്ലേ, സഖികളല്ലേ, പ്രിയകളല്ലേ, എന്തും അനുസരിക്കുന്ന അവിടുത്തെ ദാസികളല്ലേ എന്നൊക്കെ അവര് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ അവിടുന്ന് ഉറക്കെ, ഗോപികമാരെ എനിക്ക് നിങ്ങളുടെ വസ്ത്രമൊന്നും വേണ്ട, ഓരോരുത്തർ ഞാൻ തരാന്ന് പറഞ്ഞ നല്ല കേമം. തുണിയില്ലാതെ കയറി വരേ, തുണിയില്ലാതെ കയറി വരുന്ന പ്രശ്നമില്ല. കൃഷ്ണ ഞങ്ങളുടെ വസ്ത്രം താഴെ ഇടണം, സ്ത്രീകൾ കുളിക്കുന്നിടത്ത് കൃഷ്ണൻ എന്താ കാര്യമുള്ളത്, കൃഷ്ണൻ ഇവിടുന്ന് പോകും, ഞങ്ങൾ ഇവിടുന്ന് കുളിച്ചിട്ട് വന്നോളാം എന്നൊക്കെ അവരും. കൃഷ്ണൻ പറഞ്ഞു ഞാൻ വസ്ത്രം തന്നിട്ടേ പോകുള്ളൂ. അപ്പൊ ഒരു ഗോപിക്ക് കലി വന്നു, കൃഷ്ണ ഞാൻ ചെന്ന് നന്ദഗോപുരോട് പറഞ്ഞാൽ കൃഷ്ണന് കിട്ടും നന്ദഗോപുരം എടുത്തുന്നത്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു വേഗം പോയിട്ട് വരുമെന്ന്. അപ്പൊ അവക്കും മനസ്സിലായി വേഗം പോകണമെങ്കിൽ കയറണ്ടേ, തുണിയില്ലാതെ എങ്ങനെ അവിടെ പോവുക. അവസാനം അവർക്ക് മനസ്സിലായി തുണി കിട്ടണമെങ്കിൽ എന്ത് വേണം, കരയിലേക്ക് കയറി പാവം എല്ലാം കൈകൊണ്ടൊക്കെ നാണം മറച്ച് ഒരാളുടെ പുറകിൽ മറഞ്ഞ് അങ്ങനെ അവര് കരയിൽ കയറി നിൽക്കുമ്പം അടുത്ത ഡയലോഗ്, തുണിയില്ലാതെ നിങ്ങൾ കുളിച്ചത് ഒട്ടും ശരിയല്ല എന്ന്, അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രായശ്ചിത്തം ചെയ്തേ പറ്റുള്ളൂ, നിങ്ങൾ ചെയ്ത തെറ്റിനൊരു പ്രായശ്ചിത്തം ചെയ്തേ പറ്റുള്ളൂ. ഗോപികമാരന്തം വിട്ടത് കയറി വന്നാൽ തരാന്ന് പറഞ്ഞ സാധന. അപ്പൊ കയറി വന്നപ്പോ ഇനി പറയുന്നു ഞങ്ങൾ ചെയ്ത തെറ്റാണെന്ന്, അതിനൊരു ചെറിയൊരു പ്രായശ്ചിത്തം ചെയ്യണമെന്ന്. എന്ത് പ്രായശ്ചിത്തം പറഞ്ഞു, വേറൊന്നും വേണ്ട, 2 കൈ മൂർധാവിലേക്ക് വെച്ചാൽ മതി. ആകെ നാണം മറയ്ക്കാനുള്ള സാധനം. ഇന്നാണെങ്കിൽ ഇതിന് പറയാ പോക്സോ കേസ് എന്നാണ്. കൃഷ്ണന് ജാമ്യം പോലും കിട്ടില്ലേ, കൃഷ്ണൻ വന്നിടത്തേക്ക് തന്നെ പോണ്ടി വരും, ജനിച്ചിടത്തേക്ക് തന്നെ. എവിടെയാ ജനിച്ചത്, കൃഷ്ണൻ എവിടെയാ ജനിച്ചത്? ശരിക്കും പറഞ്ഞ ആദ്യത്തെ കേസിൽ, ഈ പോക്സോ കേസിൽ പ്രതിയാവേണ്ട ആളായിരുന്നു ആര്, കൃഷ്ണൻ ഇല്ലേ? പെണ്ണുങ്ങളുടെ മാത്രല്ല അവരോടെല്ലാവരോടും ഇങ്ങനെയല്ല കുപ്പം പറഞ്ഞത്, കൈ ഇവിടെ വയ്ക്കാൻ. അയ്യോ അത് ഇത്തിരി കടന്ന കൈയല്ലേ. ആ ഗോപികമാരോട് അങ്ങനെ പറഞ്ഞത് ശരിയാണോ, കൃഷ്ണൻ പറഞ്ഞത് ശരിയാണോ? ശരിയാണെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? അതിപ്പോ നിങ്ങൾക്ക് പറയാൻ എന്തായാലും ഛേദക്കുറവുള്ളത്. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യോ? കണ്ടവനിപ്പോ തുണിയില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് കുഴപ്പം? അവനവന് കടന്നു പോകുമ്പോഴല്ലേ അവനവന് പ്രശ്നമുള്ളത്. കൃഷ്ണൻ ചെയ്തത് ശരിയല്ല എന്ന് എത്ര പേര് പറയും? ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ അത് ശരിയല്ല. അപ്പൊ ഒരു ചോദ്യം ശരിക്കും ഇവിടെയാണ് നിങ്ങൾ ചോദിക്കേണ്ടത്, എന്തിനാണ് കൃഷ്ണൻ ഈ കാര്യം ഗോപികമാരോട് പറഞ്ഞത്? അതായത് വസ്ത്രം കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവരോട് എന്തു പറഞ്ഞു, കൈകൂപ്പി നിൽക്കാൻ. എന്തിനാണ് കൃഷ്ണൻ അത് ചെയ്തത്? ഈ കാര്യം നിങ്ങളൊക്കെ പറയുമ്പോൾ ഇതിന്റെ കൂടെ ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു ശ്ലോകമുണ്ട്, അത് ബൈഹാർട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഈ കഥ അപകടമാണ്. 10-ാം സ്കന്ധം 22-ാം അധ്യായം 26-ാം ശ്ലോകം. 10-ാം സ്കന്ധത്തിൽ 22-ാം അധ്യായത്തിൽ 26-ാം ശ്ലോകത്തിലാണ് ഈ കാര്യം പറയുന്നത്. കൃഷ്ണൻ ഈ വസ്ത്രാപഹരണ ലീല നടത്തുന്നത്. അവിടെ പറയും, നമയ്യാവേശിതതിയാം കാമായ കൽപ്പതേ വർച്ചിത്വാ കുതിദാനാ പ്രായോ ബീജായ നിശ്യതേ. കണ്ടോ ശ്ലോകം? ഇത് പഠിക്കണം നിങ്ങൾ. നമയ്യാവേശിതതിയാം കാമകാമായ കൽപ്പതേ വർച്ചിത്വാ കുതിദാനാ പ്രായോ ബീജായ നിശ്യതേ. എന്താ പറയുന്നത് അവിടെ?
ന മയ്യാവേശിതധിയാം കാമകാമായ കൽപ്പതേ. അതൊരു ഉദാഹരണം പറയാണ് കൃഷ്ണൻ. ഭർച്ചിത ധാന്യം, ദാനം ഭർച്ചിത. ശ്രദ്ധിക്കണം, ധാന്യം അല്ലെങ്കിൽ ദാനം ഭർച്ചിത. ഭർച്ചിക്കുക എന്ന് പറഞ്ഞാൽ വറക്കുക. ധാന്യം വറുത്തു കഴിഞ്ഞാൽ ബീജം ന ഇഷ്യതേ. എന്തുണ്ടാവില്ല? എന്തുണ്ടാവില്ല? ബീജമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മുളക്കില്ല. ഇതുപോലെ മൈ ആവേശിതതിയാം കാമം ന കൽപ്പതേ. കാമം എന്ന് പറഞ്ഞാൽ ജന്മം. അതായത് വിത്ത് മുളയ്ക്കുന്ന പോലെ ഇനിയും ഒരു ജന്മത്തിന്റെ കാമം എന്ന മാറ്റിനർത്ഥം. ഒരു കാമം എന്ന് പറഞ്ഞാൽ ജന്മം, മറ്റൊരു കാമം എന്ന് പറഞ്ഞാൽ വാസന എന്നർത്ഥം. ഇനിയൊരു ജന്മം ഉണ്ടാവാൻ കാരണമാകുന്ന വാസനകൾ, അതായത് സംസ്കാരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവില്ല. ഇപ്പൊ ജന്മം ഉണ്ടാവാനുള്ള കാരണം ലൗകികമായ സുഖങ്ങളോടുള്ള മനസ്സിന്റെ ആകർഷണമാണ്. ശ്രദ്ധിക്കണം, ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ആകർഷണമുണ്ടോ? ഇന്ദ്രിയ സുഖങ്ങൾ ആവർത്തിക്കാനായി ശരീരങ്ങൾ എടുക്കാൻ നമ്മൾ കൂടെ വന്നില്ലേ നിങ്ങൾ? മനസ്സിന് ഏതിനോട് ആകർഷണമുണ്ടോ ആ ആകർഷണത്തെ തൃപ്തിപ്പെടുത്താനായി മനസ്സ് വീണ്ടും ആ ആകർഷണത്തിന്റെ വഴിയിലൂടെ പോണം. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങള് ചിപ്സ് എടുത്ത് വെച്ച് കഴിച്ചിരിക്കണം. ആ ചിപ്സ് ഒന്നെടുത്ത് കഴിച്ചപ്പോൾ നല്ല ഉപ്പ് രസം, വീണ്ടും കൈ എന്ത് ചെയ്യും? അതിലേക്ക് പോകും. കാരണം അതിന്റെ രുചിയോടുള്ള നിങ്ങളുടെ മനസ്സിന്റെ ആകർഷണം. ഇതുപോലെ ഉള്ളിൽ അനുഭവിച്ച അനുഭവങ്ങളോടൊക്കെ ഒരു ആകർഷണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അത് ആവർത്തിക്കാനായി വീണ്ടും ഇന്ദ്രിയ സുഖങ്ങളെ അനുഭവിക്കാനായി ഇവിടെ ജനിക്കേണ്ടതുണ്ട്. എന്നാൽ നാമത്തിൽ ആകർഷണം വന്ന് ആത്മസുഖത്തിലേക്ക് മനസ്സ് കൂടി വളർന്നു കഴിഞ്ഞാൽ ക്രമേണ ആത്മസുഖത്തിന്റെ ആത്മരതി, ആത്മതൃപ്തി, ആത്മതുഷ്ടി ഇത് വന്നാൽ ജന്മത്തിന്റെ ആവശ്യം വരില്ല. കാരണം ജനിക്കണമെങ്കിൽ ഒരു ലൗകിക സുഖ തൃഷ്ണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. മനസ്സിലായില്ലേ? ഇപ്പോഴും ഏതിനോട് മനസ്സിന് ആകർഷണമുണ്ടോ അതിനനുസരിച്ചിരിക്കും ജീവിതം ഏത് ഡയറക്ഷനിലാണ്. ഇന്ദ്രിയങ്ങളുടെ സുഖത്തിലേക്ക് ആണ് മനസ്സ് തിരിച്ചു വെച്ചതെങ്കിൽ മനസ്സ് വീണ്ടും ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാൻ വരണം. മനസ്സ് തിരിച്ച് ആത്മസുഖത്തിലേക്ക് നാമജപത്തിലൂടെ അതിൽ രസം കണ്ടെത്തി തിരിച്ചു വിട്ടാൽ ഒരാത്മസുഖത്തിന്റെ തീവ്രത കൂടി വന്നാൽ ലൗകിക സുഖത്തിന്റെ തീവ്രത കുറയും. കുറെ കഴിഞ്ഞാൽ ആത്മസുഖം കൂടി വന്നാൽ അങ്ങനെയുള്ളവർക്ക് ഇനിയൊരു ജന്മം വേണ്ടി വരില്ല. ക്ലിയർ ആയി വരുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? യസ്വാത്മരതിരേവസ്യാൽ ആത്മതൃപ്തശ്ച മാനവ ആത്മന്യേ ആത്മനാതൃപ്ത തസ്യ കാര്യം ന വിദ്യതേ. ഇത് ഗീതയിലെ 3-ാം അധ്യായത്തിൽ പറയും. ആത്മരതി, ആത്മതുഷ്ടി, ആത്മതൃപ്തി അതാരുടെ ഉള്ളിലുണ്ടോ ന വിദ്യതേ ന കാര്യം ന, ഇനിയൊരു ജന്മത്തിന്റെ കാര്യം ഇല്ല അവർക്ക്. അപ്പൊ നാമജപത്തിലൊരു രുചി കണ്ട്, നാമജപത്തിലൊരു ലയം കണ്ട് ഒരു രതിയിലേക്ക്, ആത്മരുചിയിലേക്ക്, ആത്മസുഖത്തിലേക്ക് തിരിഞ്ഞാൽ ഒരു ജന്മം അവർക്ക് ഒരിക്കലും വേണ്ട. ഇനി വീണ്ടും ആ വരി ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. മയ്യാവേശിതതിയാം കാമകാമായ കൽപ്പത്തേ. എന്നിലേക്ക് ആവേശിത ദീ. ആരുടെ മനസ്സും ദീ എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി എന്നൊക്കെയാണ് അർത്ഥം. ആരുടെ മനസ്സും ബുദ്ധിയാണോ എന്നിലേക്ക് മൈ ആവേശിതം, എന്നിൽ ആവേശിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിൽ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം?
കൃഷ്ണൻ എന്ന വാക്കിന് എന്താ അർത്ഥം എടുക്കേണ്ടത്? കൃഷ്ണൻ കൃഷ്ണൻ എന്ന വാക്കിന് എന്താണ് അർത്ഥം എടുക്കേണ്ടത്? പൂർണ്ണബോധം എന്ന അർത്ഥം എടുക്കണം. എന്തെടുക്കണം? പൂർണ്ണബോധം. അപ്പൊ അതിലേക്ക് നമുക്ക് രതി ഉണ്ടാക്കാൻ എന്താ വഴി? നാമജപമാണ്. അപ്പൊ കൃഷ്ണനാകുന്ന നാമജപത്തിലേക്ക് രതി വന്നാൽ അതെവിടെ എത്തിച്ചോളും? പൂർണ്ണബോധത്തിലേക്ക് എത്തിക്കും. അങ്ങനെ ആർക്കാണോ ആ രതി, ആ ഒരു പ്രിയം, ആ ഒരു ലയം, ആ ഒരു ഇഷ്ടം വരുന്നത്, അത് വറുത്ത വിത്ത് പോലെയാകും. ഇനി അതിന് വീണ്ടും മുളയ്ക്കേണ്ടതായി വരില്ല. ഭഗവാൻ പറയുന്നു, എന്നിലേക്ക് വന്ന മനസ്സ്, എന്നിലേക്ക് ലയിച്ച മനസ്സിന് പുനർജന്മം നവിദ്യതേ. ഗീത 8:16. ഗീത 8:16. 8:16. 8-ാം അധ്യായം 16-ാം ശ്ലോകം. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തി അർജുന. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തി അർജുന. ഈ ഇവിടെ എന്ന് പറയുന്നത് പുനരാവർത്തിയാണ്. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, ജനിക്കണം. എന്നാൽ മാം ഉപേത്യതു കൗന്ദേയ പുനർജന്മന വിദ്യതേ. എന്നെ ഉപേത്യ, എന്നിലേക്ക് ഏത്യ എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക. ഉപ, എന്നിലേക്ക് അടുത്തു വന്ന് എന്നെ പ്രാപിച്ച ഒരു മനസ്സിന് പുനർജന്മന വിദ്യതേ. എന്തില്ല? പറയൂ. പുനർജന്മമില്ല. അപ്പം നമുക്കെല്ലാവർക്കും ഈ ഒരു ബോധം വേണം. നോക്കൂ, ഇനി ശ്രദ്ധിക്കുക, ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. ഗോപികമാര് വ്രതമെടുത്തത് കൃഷ്ണനെ ആരായി കിട്ടാനാണ്. പക്ഷെ കൃഷ്ണൻ എന്താ പറയുന്നത്? നിങ്ങൾ എന്നെ ഭർത്താവാക്കാനല്ല ശ്രമിക്കേണ്ടത്, നിങ്ങൾ എന്നിലേക്ക് ലയിച്ചു ചേരാൻ. ഞാനും നിങ്ങളും ഒന്നാണ്. പ്രാപിക്കാനാണ് കൃഷ്ണൻ ആഹ്വാനം ചെയ്യുന്നത്. തന്നോട് ഭർത്താവായി കിട്ടാൻ പ്രാർത്ഥിക്കാനല്ല. കൃഷ്ണനെ പ്രാപിക്കുക, കൃഷ്ണനാകുന്ന പൂർണ്ണബോധത്തിലേക്ക് എത്തിച്ചേരുക. ഇതെപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം. ഒരു ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കാനല്ല നമ്മൾ പോവേണ്ടത്. നമ്മളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ല. ഈ ശ്ലോകം വിടാതെ ഭാഗവതത്തിലെ 10-ാം സ്കന്ധത്തിൽ 60-ാം അധ്യായത്തിൽ 53-ാം ശ്ലോകം എടുക്കുക. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കൊച്ചു കുട്ടികളെ പോലും നിങ്ങൾ വഴിതെറ്റിക്കാനില്ല. 10, 60, 53. ഞാൻ ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇന്നലെ പറഞ്ഞ ഈ ശ്ലോകം ഞാൻ വളരെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. ഒന്നുകൂടി ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യണമെന്ന് മാത്രം. അവിടെ കൃഷ്ണൻ പറയും, മാം പ്രാപ്യമാനിന്യവർഗ സമ്പദം വാഞ്ചന്തിയേ സമ്പദയേവ സത്പതിം തേ മന്ദഭാഗ്യാ നിരയേവേനം മാത്രാത്മകത്വൽ നിരയസ്വ സംഗമ. കിട്ടിയ എല്ലാവർക്കും? 10, 60, 53. 10, 60, 53. എന്താ പറയുന്നത്? മാം പ്രാപ്യ. എല്ലാവരും ഒന്ന് പറയൂ. കൃഷ്ണൻ എല്ലാവരോടും പറയുന്നത് ഇതാണ്, മാം പ്രാപ്യ, എന്നെ പ്രാപിക്കൂ. അപ്പോഴാണ് നിങ്ങൾ ജീവിതത്തിൽ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുക. അതിന് പകരം എൻ്റെ മുന്നിൽ വന്ന് വാഞ്ചതി, നിങ്ങൾ പ്രാർത്ഥിക്കരുത്. എന്താ പ്രാർത്ഥിക്കുന്നത്? സമ്പത്തും സത്പതിയും എന്ന് വെച്ചാൽ നല്ലൊരു ഭർത്താവ്, നല്ലൊരു കുടുംബത്തിനൊക്കെ വേണ്ടി എൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കരുത്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവര് ആരാണ്? മന്ദഭാഗ്യ. ആരാണ്? ഭാഗ്യം കെട്ടവരാണ്. അപ്പൊ കൃഷ്ണൻ എല്ലാവരോടും പറയുന്നത് പ്രാർത്ഥിക്കാനല്ല, പ്രാപിക്കാനാണ്. പ്രാർത്ഥിക്കാനല്ല, പ്രാപിക്കാനാണ്. ഇപ്പൊ കൃഷ്ണനാകുന്ന പൂർണ്ണബോധത്തെ പ്രാപിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ
വന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. ഒരു ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ കൂടുതൽ കൂടുതൽ ആ പൂർണ്ണ ബോധത്തിലേക്ക് എത്തിക്കാൻ മനസ്സിനെ കൂടുതൽ നാമജപത്തിലേക്ക് അർപ്പിക്കാൻ, അവിടുത്തെ ആ ഒരു എനർജി, അവിടെ ആ പൂജയൊക്കെ ചെയ്തതിൻ്റെ ഒരു ചൈതന്യം, അവിടെ ഉള്ള ആ എനർജി, വൈബ്രേഷൻ നമുക്ക് മനസ്സിനെ കൂടുതൽ ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കും. ഒരു ക്ഷേത്രത്തിൽ പോയി ആ അന്തരീക്ഷത്തെ വേണ്ട വിധത്തിൽ നമ്മൾ അവർക്ക് പറയൂ പ്രയോജനപ്പെടുത്തുന്നതിന് പകരം അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് നമ്മളെ സത്യത്തിൽ ഭഗവാനിൽ നിന്നും അകറ്റാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഗോപികമാരോട് പ്രാർത്ഥിക്കാനല്ല കൃഷ്ണൻ പറഞ്ഞത്, പ്രാർത്ഥിക്കാം. അപ്പൊ കൃഷ്ണൻ നമ്മളെ കണ്ടാൽ എന്താ പറയുക? പ്രാർത്ഥിച്ചുകൊള്ളൂ എന്നാണോ പറയുക? എന്നെ പ്രാപിക്കണം എന്നാണോ പറയുക? എന്താ പറയുക? ഇങ്ങനെയാണ് കൃഷ്ണൻ പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ മുമ്പ് മനസ്സിലാക്കിയിരുന്നോ? ഉണ്ടില്ല എന്നല്ല, ഉണ്ടോ? നോക്കൂ നിങ്ങൾ, ഇതൊക്കെയാണ് എഴുതിച്ചിരിക്കുന്നത് ഭാഗം. അപ്പൊ ഒരു ചോദ്യം, അതിനെന്തിനാ ഈ വസ്ത്രമൊക്കെ എടുത്തു മാറ്റുന്നത്? അതിനിപ്പം തുണിയുടെ മുകളിൽ കളിക്കണോ? അതിത്തിരി കടന്ന കളിയല്ലേ. വസ്ത്രം കൃഷ്ണനെ സംബന്ധിച്ച് ദേഹബോധമാണ്. എന്താണ് ഗോപികമാരോട് പറയുന്നത്? നിങ്ങൾ ആണും പെണ്ണുമാണെന്ന ചിന്ത വേണ്ട. അതിനു പകരം നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. ആ കൈകൂപ്പാൻ പറഞ്ഞത്, നമ്മൾ കൈകൂപ്പുന്നത് പൂർണ്ണ സമർപ്പണത്തിന്റെ പ്രതീകമാണ്. എന്തിന്റെ പ്രതീകം? സമർപ്പണത്തിന്റെ പ്രതീകമാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഗോപികമാരോട് പറയുന്നത്, നിങ്ങൾ ഈ വസ്ത്രമല്ല, നിങ്ങൾ ഈ ശരീരമല്ല. വസ്ത്രം ശരീരവുമായി ചേർത്ത് വെച്ച വല്ല ശ്ലോകവും ഉണ്ടോ? അങ്ങനെ ഒരു ശ്ലോകം കേട്ടിട്ടുണ്ടോ? രാമായണമൊക്കെ വായിക്കുമ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ജീർണവസ്ത്രം കളഞ്ഞമ്പോടു മാനുഷൻ പൂർണ്ണശോഭം നവവസ്ത്രം ധരിച്ചിടും. രാമായണം വായിച്ചിട്ടുണ്ടോ? രാമായണം വായിക്കാറുണ്ടോ? കർക്കിടകത്തില് എത്ര പേര് വായിക്കാറുണ്ട്? ഏതാഴ്ത്തു. ഈ ശ്ലോകം എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ഇത് ആരോട് പറഞ്ഞ ശ്ലോകം? പറയാൻ പറ്റുന്നവർ എത്ര പേരുണ്ട് നോക്കട്ടെ. ജീർണവസ്ത്രം കളഞ്ഞമ്പോടു മാനുഷൻ പൂർണ്ണശോഭം നവവസ്ത്രം ധരിച്ചിടും. ജീർണദേഹം കളഞ്ഞമ്പോട് ദേഹികൾ പൂർണ്ണശോഭം നവദേഹം ധരിച്ചിടും. താര്? ലക്ഷ്മണോപദേശം. നിങ്ങൾ എത്തണം. ഇത് ലക്ഷ്മണോപദേശമല്ല. വെറുതെ ഗസ് വർക്ക് നടത്തരുത്. ഉറപ്പുണ്ടെങ്കിലേ പറയാവൂ. ഉറപ്പുണ്ടാവണം, അത്രയും ഉറപ്പുണ്ടാവണം. ഉറപ്പുള്ളവരാരെങ്കിലും ഉണ്ടോ? എന്ത് സാരോപദേശം? ഉപദേശം. ഇത് ആരോട്? ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? പറയൂ. കേൾക്കുന്നില്ലേ? എനിക്ക് ശബ്ദം കേൾക്കില്ല. സാരോപദേശം. ഇത് ഭരതനോട്. ആരോട്? ഭരതനോട് വസിഷ്ഠൻ പറയുന്ന. അച്ഛന്റെ ദേഹം, ആരുടെ? എണ്ണത്തോണിയിലിട്ട് വെച്ചിരിക്കുന്ന ദശരഥ മഹാരാജാവിന്റെ ശരീരം. ആ ഒരു ശരീരത്തെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഭരതന് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. ആരുടെ? വസിഷ്ഠരുടെ. ആ ഭാഗത്ത് വരുന്ന വരികൾ.
എന്നാണ് എൻ്റെ ഉറപ്പ്. എനിക്ക് തെറ്റ് പറ്റാം. നീ നാളെ ഒന്ന് പോയിട്ട് കൺഫേം ചെയ്തിട്ട് പറഞ്ഞു തരണേ അത്. കാരണം എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു മനസ്സിൽ തോന്നിയൊരു തോന്നലാണ്. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ അടുത്ത കാലത്ത് രാമായണ സപ്താഹം നടത്തുന്നുണ്ടായി. അപ്പം അന്ന് ഇതിങ്ങനെ റെഫർ ചെയ്തപ്പോൾ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടുള്ള ഓർമ്മയിൽ പറയാണ്. അതാണ് എന്നാണ് എൻ്റെ ഉറപ്പ്. അപ്പോ നിൽക്കട്ടെ. ഇത് ഗീതയിലെ 2-ാം അധ്യായത്തിലെ 22-ാം ശ്ലോകമാണ്. ഗീതയിലെ 2-ാം അധ്യായത്തിലെ 22-ാം ശ്ലോകമാണ്. അവിടെ കൃഷ്ണൻ അർജുനനോട് പറയാണ്, വാസം യഥാ വിഹായ നവാനി ഗൃണ്ണാതി നരോപരാണി തദാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. വാസം ജീർണാനി, വസ്ത്രം ജീർണിച്ചാൽ, നവാനി വാസം ഗൃണാതി, പുതിയ വസ്ത്രം ധരിക്കുന്നു. ഇതുപോലെ ജീർണാനി ദേഹം വിഹായ, ജീർണിച്ച ദേഹത്തെ വിട്ട് ദേഹി നവാനി ദേഹം ഗൃണാതി, ദേഹി എന്ത് ചെയ്യുന്നു? പുതിയൊരു ദേഹത്തെ സ്വീകരിക്കുന്നു. അപ്പൊ ദേഹം വസ്ത്രരൂപത്തിലാണ് ആര് കാണുന്നത്? കൃഷ്ണൻ കാണുന്നത്. കൃഷ്ണൻ വസ്ത്രം എടുത്തു മാറ്റുമ്പോൾ ഓർമ്മയിലിരിക്കണം, ഗോപികമാരുടെ ദേഹബോധത്തെയാണ്, നിങ്ങൾ സ്ത്രീകളെന്ന ഒരു പരിമിതമായ ബോധത്തെയാണ് മാറ്റിക്കൊണ്ട് നിങ്ങൾ സ്ത്രീകളല്ല, നിങ്ങൾ പൂർണ്ണബോധ സ്വരൂപികളാണെന്ന് പഠിപ്പിക്കുന്നത്. നിങ്ങൾ സ്ത്രീകളല്ല, പൂർണ്ണബോധ സ്വരൂപികളാണ്. അതിലേക്ക് എത്താനാണ് നിങ്ങൾ, ഉറക്കെ പറയൂ, ശ്രമിക്കേണ്ടത്. എങ്കിൽ ഞാനും നിങ്ങളുമെല്ലാം ഒന്നായിത്തീരും. എന്തൊരു ടീച്ചിങ് ആണ് നോക്കൂ കൃഷ്ണന്റെ ആ ഒരു. നോക്കൂ, ഇങ്ങനെ ഒരു അവതാരം ലോകത്തിലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങള്. ഒരാളും ഇവിടെ കടന്ന് ദുഃഖിക്കേണ്ട യാതൊരു കാര്യമില്ല. അനുഷ്ഠാനത്തിലൂടെ മനസ്സിന്റെ ദുർബലതകളെ മറികടക്കണം. ഇപ്പൊ നമ്മുടെ ദുരിതങ്ങൾക്കൊക്കെ എന്താ കാരണം? നമ്മൾ ഈ ബോധ മനസ്സിലും ഉപബോധ മനസ്സിലും അബോധ മനസ്സിലും കുരുങ്ങിക്കിടക്കുകയാണ്. ആ കുരുങ്ങിക്കിടക്കുന്ന നമുക്ക് ദുഃഖത്തിൽ നിന്ന് പുറത്ത് കടക്കൽ അത്ര എളുപ്പല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, കുക്കൂൺ പറഞ്ഞില്ലേ, മൽബറി ചെടിയിൽ വളർത്തുന്ന പട്ടുനൂൽ പുഴുവിനെ കുറിച്ച് പറഞ്ഞില്ലേ. അത് തലതിരിച്ചിട്ടാണ് കൂടുണ്ടാക്കുക. അത് മലർന്ന് കടന്നുകൊണ്ടത് എന്ത് ചെയ്യും? നൂല് ചുറ്റും. അതറിയുന്നില്ല, താൻ ചുറ്റുന്ന നൂല് തന്നെ തന്നെ കുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാധനത്തിന്റെ മുകളിലിരുന്ന് അങ്ങനെ നൂല് നൂൽക്കുമ്പം അത് പുറത്തായിരിക്കും. നേരെ മറിച്ച് തലതിരിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയാലോ? ആ പുഴുവിന് അങ്ങനെ തോന്നുക. അതെന്ത് ചെയ്യും? തലതിരിഞ്ഞുകൊണ്ട് കൂടുണ്ടാക്കും. അപ്പോഴെന്തായി? താൻ ഈ കൂട്ടിന്റെ ഉള്ളിൽ പെടുകയാണെന്ന് ഈ പാവം പുഴു അറിയുന്നില്ല. ഇതുപോലെയാണ് നമ്മുടെ മനസ്സ് അവബോധ മനസ്സിലേക്കും പൂർണ്ണബോധത്തിലേക്കും വളരാൻ കഴിയുന്നതാണെന്ന് നമ്മളാരും മനസ്സിലാക്കിയിട്ടേയില്ല. നമ്മൾ തലതിരിഞ്ഞ് അങ്ങനെ ഓടുണ്ടാക്കി. അപ്പൊ എന്തായി? ദുരിതങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും വേദനകളും നമ്മളെങ്ങോട്ട് വരിഞ്ഞു മുറുക്കിയിട്ട് ഇപ്പം നമ്മൾ പറയാ, എൻ്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഓരോ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിരിക്കുന്നു. അനുഭവിക്കുക എന്നല്ലാതെ ഒരു വഴിയില്ല ഇതിന്. കാരണം നിങ്ങൾ കൂട്ടിലാണെന്ന് നിങ്ങൾ പറയൂ അറിയുന്നില്ല. ആർക്കും നിങ്ങളുടെ കൂട് പൊളിക്കാൻ പറ്റില്ല. ഒരാൾക്കേ പറ്റുള്ളൂ. ആർക്ക്? നിങ്ങൾക്കല്ലാതെ ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വേറെ ഒരാൾ വിചാരിച്ചാൽ പറ്റില്ല. അതല്ലേ ഗോപികമാരോട് പറയുന്നത്, മയി ആവേശിതതിയാം. ആ വാക്ക് മറക്കരുത്. എനിക്ക് നിങ്ങളെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ആരെത്തിക്കണം? നിങ്ങൾ എന്നിലേക്ക് മനസ്സിനെ അർപ്പിക്കണം, ഉറപ്പിക്കണം, ലയിപ്പിക്കണം.
3 കാര്യങ്ങളെ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. 3 കാര്യങ്ങളെ ചെയ്യേണ്ടതുള്ളൂ. എന്താ ഈ 3 കാര്യങ്ങള്? ഗീത 11-ാം 54-ാം ശ്ലോകം. ഭഗവത്ഗീത 11-ാം 54-ാം ശ്ലോകം. ഭക്തിയാ തു അനന്യയാ ശക്യ അഹമേവം വിദൂർജുന ജ്ഞാതും ദ്രഷ്ടും പ്രവേഷ്ടും ച പരന്തപ. ഇത്രയേ വേണ്ടു. എന്തൊക്കെയേ വേണ്ടു? ജ്ഞാതും. ജ്ഞാതും എന്ന് പറഞ്ഞാൽ മാന്തും എന്നല്ല. ജ്ഞാതും എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ബോധം ഉണ്ടാവണം. എന്ത്? പരമാത്മാവിനെ അല്ലെങ്കിൽ പൂർണ്ണബോധത്തെ പ്രാപിക്കാനാണ് ഞാൻ ഈ ഭൂമിയിൽ. അവർക്ക് പറയൂ, ഈ ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഏത് ബോധം? കാലത്തെണീറ്റാൽ ഏത് ബോധം ഉണ്ടാവണം? ഇന്ന് പുട്ടാണോ ദോശയാണോ എന്നുള്ള ബോധാണോ? ഏത് ബോധം ഉണ്ടാവണം? പൂർണ്ണബോധത്തെ പ്രാപിക്കാനാണ് ഞാൻ ഈ ഭൂമിയിൽ പറയൂ വന്നത്. ഇത് മറക്കരുത്, വീട്ടിൽ എഴുതി വെക്കണം. കിടക്കുന്ന മുറിയിൽ ഞാൻ എന്തിനാ വന്നത് എന്ന്. ഞാൻ എന്താ ഭൂമിയിൽ വന്നത്? എല്ലാവരും ഒന്ന് ഉറക്കെ പറയൂ. പൂർണ്ണബോധത്തെ പ്രാപിക്കാനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത്. ഈ ബോധം ജ്ഞാതും. ഇനി എന്ത് വേണം? അത് പറഞ്ഞിരുന്നാ പോരാ, മാന്തിരുന്നാ പോരാ. ദ്രഷ്ടും. എന്ത് ചെയ്യണം? നാമത്തെ ദൃഷ്ടും. ഉള്ളിൽ നാമത്തെ ശ്രദ്ധിച്ചുകൊണ്ട്, നാമത്തെ നോക്കിക്കൊണ്ട്. വേറൊന്നും നോക്കാൻ മനസ്സിനെ സമ്മതിക്കരുത്. മനസ്സ് നാമം ചൊല്ലുന്നുണ്ടോ എന്ന് തന്നെ ശ്രദ്ധിക്കുക. മനസ്സിനെ നോക്കുക. നാമം ചൊല്ലുന്ന മനസ്സിനെ കണ്ണടച്ച് നോക്കുക. നാമം ചൊല്ലുന്നുണ്ടോ? മനസ്സിലായില്ലേ? നാമം ചൊല്ലുകയും വേണം, നാമത്തെ മനസ്സിലായില്ലേ? നിനക്ക് നാമത്തെ നോക്കണം. ഇങ്ങനെ അതായത് ഈ നിങ്ങൾ കൊച്ചു കുട്ടികളെ, ഇങ്ങനെങ്കിലും ചെറിയ മുട്ടയിൽ നടക്കണ കുട്ടികളെ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ അവരെ ഫ്രീ ആക്കി വിട്ടിട്ട് നിങ്ങൾ അങ്ങനെ നോക്കിയിരിക്കുന്ന പോലെ. അപ്പൊ അവരെങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത് എന്ത് ചെയ്യും? ഇപ്പൊ ഇവിടെ ഇരുന്ന് നിങ്ങൾ കൊച്ചു കുട്ടികളെ കൊണ്ടുവന്ന് ഇന്നലെ കണ്ടില്ലേ? കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിരിക്കുമ്പോഴും അതെങ്ങോട്ടെങ്കിലും പോയാലും ശ്രദ്ധ എവിടെ ഉണ്ടാവും? ആ കുട്ടികളുടെ മേലെ ഉണ്ടാവും. കാരണം അത് എങ്ങോട്ടാ പോവുക എന്നുള്ള ഒരു പിടിയില്ല. ഉണ്ടോ? ഇതുപോലെ നാമം ജപിക്കുമ്പോൾ ആരെ ശ്രദ്ധിക്കണം? ഭഗവാനെയോ? മനസ്സിനെ ശ്രദ്ധിക്കണം. മനസ്സ് വേറൊന്നും പോകരുത്. നാമത്തെയും മനസ്സിനെയും ശ്രദ്ധിച്ച് അത് തന്നെ. ആ നാമത്തെ ശ്രദ്ധിച്ചാൽ മതി, മനസ്സവിടെ നിൽക്കും. അതിന്റെ പേരാണ് ദൃഷ്ടും. ഇതിൽ വിജയം കൈവരിച്ചാൽ അതിന്റെ പേരാണ് പ്രവേഷ്ടും. ആരിലേക്ക് പ്രവേശിക്കും? നാമത്തിലൂടെ നേരത്തെ നമ്മൾ പറഞ്ഞ വാക്കുകൾ മറക്കരുത്. അവബോധത്തിലേക്കും പൂർണ്ണബോധത്തിലേക്കും. ഈ 3 കാര്യങ്ങൾ. ഒന്ന് ബോധമുള്ളവരാവുക. 2 നാമം ജപിക്കുക. 3 ആ നാമത്തെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ജീവിയുണ്ട്. നമ്മള് വീടുകളിലൊക്കെ ജനവാതിലൊക്കെ ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ചില ഭാഗത്തൊക്കെ ഈ മണ്ണിന്റെ ഒരു കൂട് നിങ്ങൾ കാണാം അല്ലേ? വേട്ടാളൻ എന്ന് പറയുന്ന സാധനം. ഈ വേട്ടാളന്റെ ഒരു ജീവിതം പറയുകയാണെങ്കിൽ, വേട്ടാളനാണെങ്കിൽ പാവം കുഞ്ഞുങ്ങളുണ്ടാവില്ല. വേട്ടാളന് കുഞ്ഞുങ്ങളുണ്ടാവില്ല. അങ്ങനെ ഒരു ജീവിയാണ് ആര്? വേട്ടാളൻ. അപ്പൊ വേട്ടാളൻ എന്ത് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു പുഴുവിനെ പൊക്കിക്കൊണ്ടുവരും. കുട്ടികളെ പൊക്കുന്ന ആദ്യത്തെ ജീവിയാണ് വേട്ടാളൻ. എവിടെന്നെങ്കിലും ഒരു പുഴുവിനെ അടിച്ചു മാറ്റും. എന്നിട്ട് ഇതിനെ കൂട്ടില്ല, അതിനെ വേണ്ടിയിട്ടാണ് കൂടുണ്ടാക്കുന്നത്, ഈ കുഞ്ഞിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനെ കൂട്ടിലേക്കാക്കി ചെറിയൊരു സുഷിര ഉണ്ടാവുള്ളൂ അതിന്. ആ പാവം പുഴു എങ്ങനെയെങ്കിലും മമ്മി ഡാഡി കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് അതിനെ അതിന്റെ
അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം. ഈ വേട്ടാളൻ ഇതിനെ നോക്കി 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 ഇടയ്ക്കൊരു കുത്തും കൊടുക്കും. അത് വേദന കൊണ്ട് അകത്തേക്ക് വരികയും അങ്ങനെ വേട്ടാളനെ നോക്കി 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 കുറെ കഴിഞ്ഞാൽ പുഴു ആരായി? ഒരു വേട്ടാളനായി. ഇതുപോലെ നമ്മള് മൊബൈൽ നോക്കിയിരുന്ന കാട്ടാളനാവും. മൊബൈൽ നോക്കിയിരുന്നാൽ ആരാവും? എന്നാൽ അല്പനേരം ഇരുന്ന് നാമത്തെ നോക്കി 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 നോക്കിയിരുന്ന് നാമം ജപിക്കുന്ന മനസ്സിനെ നാമം ജപിക്കുന്നുണ്ടോ, നാമത്തിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ ആ മനസ്സ് ഭഗവാനായി തീരുന്നു. അപ്പൊ മനസ്സിനെ ഭഗവാനാക്കി തീർക്കാൻ, പൂർണ്ണബോധത്തിലേക്ക് എത്തിക്കാൻ കഴിവുള്ളവരാണ് എന്നെല്ലാവരും. അതുകൊണ്ട് ഈ വാക്ക് മറക്കരുത്. മാം പ്രാപ്യ എന്താണ്? ന പ്രാപ്യ. മാം പ്രാപ്യ ന പ്രാപ്യ. എന്നെ പ്രാപിക്കാനാണ് വന്നത്, എന്നോട് കൂടെ വന്നില്ല. എന്നെ പ്രാപിക്കാനാണ് വന്നത്, എന്നോട് ന പ്രാർത്ഥ്യ എന്ന് പറഞ്ഞാൽ എന്നോട് പ്രാർത്ഥിക്കാനല്ല. മനസ്സിലാവുണ്ടോ? എത്ര കരുണയാണ് കൃഷ്ണന് നമ്മളോട്. നോക്കൂ, ഞാനും നിങ്ങളും ഒന്നാണ്. ഇനി പറയൂ, കൃഷ്ണാവതാരം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ജനാർദ്ദനൻ. ഓർക്കണ്ട വാക്ക്? അതായത് മറ്റുള്ളവരെയും ഉയർത്തുക. ശരിക്കും കൃഷ്ണൻ ഇവിടെ ഒരു ദൈവരൂപത്തിലാണോ സ്വയം തന്നെ കാണിക്കുന്നത്, അതോ ഗുരുവിന്റെ രൂപത്തിലാണോ? പറയൂ. ഒരു ഗുരുവിന്റെ. കൃഷ്ണൻ ഒരിക്കലും ഒരു ദൈവരൂപത്തിലല്ല തന്നെ അവതരിപ്പിച്ചത്, ഗുരുരൂപത്തിലാണ്. വ്യാസഭഗവാൻ ഇത് പറയാനാണ് ഭാഗവതം എഴുതിയത്. പക്ഷെ നമ്മൾ ഗുരുവായി കാണുന്നതിന് പകരം എന്തായി കണ്ടു? ദൈവമായി കണ്ടു. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് നമ്മൾ അത്ര പ്രാധാന്യം നാമജപത്തിനൊന്നും കൊടുത്തില്ല. ചടങ്ങ് പോലെയൊക്കെ ജപിച്ചു എന്നല്ലാതെ നമ്മൾ നമ്മുടെ കുരുട്ടും കഷ്ടപ്പാടും വീട്ടിലെ കാര്യവും, മനസ്സിലായില്ലേ, അവൾ അങ്ങനെ ചൊറിയും പറഞ്ഞ് അങ്ങനെ ജീവിച്ചു. അതുകൊണ്ട് എന്തായി? മനസ്സിന് സമാധാനവും സ്വസ്ഥതയും പോയി. എന്നിട്ട് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് എന്തിനാ ഭഗവാൻ ഇങ്ങനെ ഒരു ജന്മം, എന്തിനാ അങ്ങനെ ഒരു ജന്മം? ഞാൻ പറയും പോയി പെരുമ്പാവൂര് പോയിട്ടിരിക്കുമെന്ന്. എന്തു പറയാനാണ്? ഇല്ലേ? ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് വിഷമം പറഞ്ഞിരിക്കാൻ തോന്നും? ആരോട് വിഷമം പറയും? മനസ്സിലാവുണ്ടോ? അതാണ് നമ്മുടെയൊക്കെ ജീവിതം. അതാണ് ഭാഗവതത്തിന്റെ ഒരു മഹത്വം. എന്തൊരു ഗംഭീര പുസ്തകമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ഉൾക്കൊള്ളണ്ടേ, പഠിക്കണ്ടേ? ഏതായാലും ഇതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് ഭാഗവതത്തിലെ ഒരുപാട് കഥയുണ്ട്. പറഞ്ഞാൽ സമയം കൊണ്ട് പോകുന്നു. നമുക്ക് രാസലീല എടുത്താലോ? പോരെ? ഗോവർദ്ധനഗിരിയൊക്കെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ സമയം കൊണ്ട് പോവും. പട്ടപട്ടപട്ടയെന്നുണ്ട്. അപ്പം രാസലീലയിലേക്ക് കിടക്കാം. 29 മുതലുള്ള അധ്യായങ്ങൾ പോരെ? ഞാൻ നിങ്ങളോട് അതാ പറഞ്ഞത്, മുൻവിധി എടുക്കരുത്. അതായത് കുറെ കഥകളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സമയം അങ്ങനെ അങ്ങോട്ട് പറക്കും. എന്നാലും നോക്കൂ, സമയം പോയൊരു പോക്ക്, ഒരു രക്ഷയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരെ ഏത് കഥയാണ് കാണുന്നത്? രാസലി. 29 മുതൽ 5 അധ്യായങ്ങളെ രാസപഞ്ചായി എന്ന് പറയും. എന്താണ് രാസപഞ്ചായി? ആ വാക്ക് തന്നെ രസാണ്. രാസം, രസം. അതായത് ഭഗവാനിലേക്കുള്ള രസം വർദ്ധിപ്പിക്കുന്ന അധ്യായങ്ങളാണ് ഏത്? എല്ലാം അങ്ങനെയാണ്. ഇവിടെ ഗോപികമാരും കൃഷ്ണനും തമ്മിലുള്ള ഒരു രസനൃത്തത്തിന്റെ, രാസനൃത്തത്തിന്റെ കഥയാണ് ഇത്. ഗോപികമാരത്തുള്ള കൃഷ്ണന്റെ രാസനൃത്തത്തിന്റെ കഥയാണ് രാസലീല. അത് വരുന്നത് രാസപഞ്ച 5 അധ്യായങ്ങളിലാണ്, 29 മുതൽ. അപ്പൊ നമ്മൾ ആ രാസലീലയിലേക്ക് കിടക്കണം. പലപ്പോഴും നമ്മൾ ഇതെല്ലാം കുട്ടികൾ കളിക്കുന്നത്, ഒരു കൃഷ്ണനും കുറെ ഗോപികമാരും നമ്മളുടെ കോൽക്കളിയിട്ട കാണാം, അല്ലെങ്കിൽ ദാണ്ഡ്യ നൃത്തം പോലെ കാണും. അപ്പോ എന്താണ് രാസലീല? അപ്പൊ കഥ നോക്കാം നമുക്ക്. കൃഷ്ണനുമായി പാവം ഗോപികമാർക്ക് കളിക്കാൻ ഒരു ജീവിതത്തിൽ ഒരു അവസരം കിട്ടുന്നില്ല.
കാരണം ഇന്നത്തെ പോലെ അല്ലല്ലോ അന്നത്തെ ജീവിതം. ഇന്നിപ്പോ നമുക്ക് ധാരാളം സമയമുണ്ട്. അന്ന് കാർഷിക ജീവിതമല്ലേ. കാലത്ത് പുലർച്ചയ്ക്ക് എണീക്കണം, പശുക്കൾക്ക് വെള്ളം കൊടുക്കണം, ചാണകം വാരിയെടുക്കണം, വേണ്ടേ? തൊഴുത്ത് വൃത്തിയാക്കണം. മനസ്സിലായില്ലേ? അതും അത്തരം സ്ഥലങ്ങളിലൊക്കെ കത്തിക്കാനുള്ളൊന്നും വിറക് കിട്ടില്ലേ. അപ്പൊ അവരെന്തെടുത്തിട്ടാ കത്തിക്കുക? ഈ ചാണകവരടി എടുത്തിട്ട് അതൊക്കെ ആ, ഇങ്ങനെ പേസ്റ്റ് പോലെയാക്കി ചുമരിലൊക്കെ ഒട്ടിക്കണം. ഈ തരത്തിലൊക്കെ പാവം ആ പണി. അത് കഴിഞ്ഞ് കറന്ന് പശുവിനെയൊക്കെ കറന്ന് അതൊക്കെ കഴിയുമ്പോഴേക്കും ഇവിടെ വീട്ടിലുള്ളവർ എണീക്കും, അവർക്ക് വേണ്ടി ഒരുക്കണം. അപ്പൊ അന്നത്തെ സ്ത്രീകൾക്ക് എടുക്കാൻ മാത്രമുള്ള ജോലി ഉണ്ടാവും. അതിനിടയ്ക്ക് ദൂരെ നിന്ന് വെള്ളം കൊണ്ടുവരണം. ഇന്നിപ്പം മോട്ടർ ഇട്ടാ സ്വിച്ച് ഓൺ ചെയ്യുന്ന വർക്കൊന്നുമില്ലല്ലോ. ദൂരെ നിന്ന് എല്ലാവർക്കും കൂടി ഒരു കിണറൊക്കെ ഉണ്ടാവുള്ളൂ ഗ്രാമങ്ങളിൽ. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതൊക്കെയിരുന്നു. ഏതായാലും ഇങ്ങനെയൊക്കെ ഗോപികമാര് രാപ്പകലില്ലാതിരുന്ന് ജീവിതത്തിന്റെ അധ്വാനം കൊണ്ട് നടക്കുമ്പോ അവർക്കൊരു മോഹം അവരുടെ ഉള്ളിലുണ്ട്. എന്താണ്? ഇത്രയും ഞങ്ങളെയൊക്കെ ഉയർത്തിയ കൃഷ്ണനോടൊത്ത് എല്ലാം മറന്നൊന്ന് ആടി രസിക്കണം. കാരണം കൃഷ്ണന്റെ ഉള്ളിൽ സംഗീതമുണ്ട്, കൃഷ്ണന്റെ ഉള്ളിൽ നൃത്തമുണ്ട്. അപ്പൊ കൃഷ്ണനോടൊത്ത് ഒരിക്കൽ എല്ലാം മറന്നൊന്ന് എന്താണ് രാസനൃത്തമാടാൻ അവരുടെ ഉള്ളിൽ ഒരു തീവ്ര മോഹം. ഇത് കൃഷ്ണൻ അറിയാം ഉണ്ട് എന്ന്. അപ്പൊ ഇത് മനസ്സിലാക്കിയ കൃഷ്ണൻ ഒരു ദിവസം പൂർണ്ണ നിലാവുള്ള രാത്രിയില് തന്റെ പുല്ലാങ്കുഴലും എടുത്ത് യമുനാ തടത്തിൽ വന്ന് രാത്രി ഏറെക്കുറെ അങ്ങോട്ട് ഒരു സന്ധ്യ കഴിഞ്ഞപ്പം ഒരു 7 മണിക്കാകുമ്പോഴും പുല്ലാങ്കുഴലെടുത്ത് അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. അന്നത്തെ കാലത്തൊക്കെ ആളുകൾ നേരത്തെ ഭക്ഷണമൊക്കെ കഴിക്കും. കാരണം ഇന്നത്തെ പോലെ വെളിച്ചമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും എണ്ണ വിളക്കൊക്കെ അന്ന് കൃഷ്ണന്റെ കാലത്ത് മണ്ണെണ്ണയൊന്നും കണ്ടെത്തിയില്ല. ഉണ്ടോ? കെറോസിനൊക്കെ ഉണ്ടുണ്ടോ? ഉണ്ടാവുമോ? ഇല്ല. കൃഷ്ണന്റെ കാലത്തൊക്കെ എണ്ണയുണ്ട്. തൈലം എന്ന വാക്കൊക്കെ നമുക്ക് കാണാം. അപ്പം എണ്ണ വിളക്കൊക്കെ അന്ന് കത്തിക്കുന്നുണ്ടാവും. എന്നാലോചിച്ചു, അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിലൊരു വ്യത്യാസം. തീരെ കറണ്ട് ഇല്ലാത്തൊരു കാലം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവിടെ? നമ്മളൊക്കെ എപ്പോഴേക്കും കറണ്ടായി കഴിഞ്ഞു. കണ്ടിട്ടുണ്ടോ? തീരെ കറണ്ട് ഇല്ലാത്ത ഉണ്ടോ? വെറും മണ്ണെണ്ണ വിളക്ക്, മുടവിളക്കോ പാനീസും ഭ്രാന്തലും ഒക്കെ ഉള്ള ഒരു കാലം എത്ര പേര് കണ്ടിട്ടുണ്ട്? അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ആ ഒരു കാലം, ഈ തീരെ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ആ ഒരു കാലം, അവരൊക്കെ എങ്ങനെ ജീവിക്കുക? അപ്പം ഇവര് വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങും. കാരണം അന്നത്തെ കാലം അങ്ങനെയല്ല. അപ്പൊ ഒരു 7 മണിയായപ്പം ഭഗവാൻ കൃഷ്ണൻ പുല്ലാങ്കുഴലൊക്കെ എടുത്ത് വിളിക്കാൻ തുടങ്ങി. ഏറ്റവും അങ്ങോട്ട് ഗോപികമാരുടെ മനസ്സിൽ തട്ടിയതും അവര് എല്ലാം മറന്ന് അവരുടെ മനസ്സിൽ കൃഷ്ണാന്തികം ചെയ്യൂ. കൃഷ്ണാന്തികം എത്രയും വേഗം ആരുടെ എത്തണം? അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവിടുന്ന് ഒരു ഓട്ടമാണ്. ഇപ്പൊ ചിലവരൊക്കെ പശുവിനൊക്കെ വെള്ളം കൊടുത്തും, പശുവിനൊക്കെ രാത്രി ഒന്ന് വെള്ളം കൊടുത്ത് അതിനൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് എന്നിട്ട് കടന്നുറങ്ങാൻ പോകുന്നവരാ. ആ വെള്ളം കൊടുക്കലൊക്കെ അവിടെ ഇട്ടിട്ട് ഓടി. ചിലവര് കുഞ്ഞിനെയൊക്കെ ഉറക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് അതിനെ അവിടെ ഇട്ടിട്ട് ഓടി. ചിലതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പണിയൊക്കെ ഒന്ന് കഴിഞ്ഞ് മേല് കഴുകി കുളിക്കാൻ അപ്പൊ അതിനൊക്കെയുള്ള വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. ആ കുളി അവിടെ ഇട്ടിട്ട് കിട്ടിയ വസ്ത്രം കൊടുത്തിട്ട് ഓടി. ഇങ്ങനെ അവരെന്തൊക്കെ ജോലിയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം അവിടെ നിർത്തി പകുതി വെച്ച് അവര് കൃഷ്ണാന്തികം ചെയ്യും. എങ്ങോട്ടോടി? അപ്പൊ അത്രയും ആ കൃഷ്ണന്റെ പുലാങ്കുഴൽ വിളി അവരിലൊരു വല്ലാത്തൊരു മാസ്മരികമായ ഒരു കൃഷ്ണനോടുള്ള ഒരു ഒരു എന്തോ ഒരു ആകർഷണം, അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു ആകർഷണം ഉണ്ടാക്കി. അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവരൊരു പാവകളെ പോലെ അങ്ങോട്ട് കൃഷ്ണന്റെ അടുത്തേക്ക് ഓടുകയാണ്. കൃഷ്ണൻ നോക്കുമ്പോൾ വല്ലാത്ത അത്ഭുതം. ചിലവരൊക്കെ വന്നിരിക്കുന്നത് താഴെ കൊടുക്കേണ്ടത് മേലെയും, മേലെ കൊടുക്കേണ്ടത് താഴെയും. അതായത് ഇവർക്ക് ചില സമയത്ത് ആ കുളിക്കുന്ന പെണ്ണുങ്ങളൊക്കെ അവർക്ക് എന്താ എവിടെ ഉടുത്തത് എന്നുള്ളത് ബോധമൊന്നുമില്ല. അങ്ങനെയൊക്കെ വന്നിരിക്കണു അവര്. അപ്പൊ കൃഷ്ണൻ ഇവരെ കണ്ടിട്ട് ചോദിച്ചു, ഏയ് ഗോപികമാരെ, എന്താ അവിടെ വല്ല തീപിടുത്തുണ്ടായോ? എന്താ എല്ലാരും കൂടി ഈ രാത്രിയിൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്?
കൃഷ്ണൻ എന്തോ ഇവര് അങ്ങോട്ട് വന്നത് എന്തോ ശരിയല്ല എന്നുള്ളൊരു ഭാവത്തിലാണ് ഇവരോട് സംസാരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, നിക്കൂ നിക്കൂ നിക്കൂ, ഈ രാത്രിയിൽ നിങ്ങൾ ഇവിടെ വരുന്നത് അത്ര ശരിയല്ല. രാത്രി നിങ്ങളുടെയൊക്കെ ജോലി ഭർത്തൃ ശുശ്രൂഷണം, മക്കളെ നോക്കുക, അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കുക, അതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ വന്ന് എൻ്റെ അടുത്തേക്ക് വരികയാണ്. എല്ലാരും പ്രതിയാതു. പ്രതിയാതു പറഞ്ഞാൽ തിരിച്ചു പോയിക്കോളൂ എന്ന്. എന്നിട്ട് കൃഷ്ണൻ പറയുന്നുണ്ട്, ഇനിയിപ്പോ ഭർത്താവ് അത്ര ശരിയില്ലെങ്കിലും നിങ്ങൾ അവരെ നോക്കണം തോന്നുന്നു. ചിലവർ രണ്ടെണ്ണമൊക്കെ അടിച്ചു വരുന്നവരും ഉണ്ടാക്കി. ഏതായാലും ഭർത്താവ് ശരിയല്ലെങ്കിലും പോയി നിങ്ങളൊക്കെ നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ആ പെണ്ണുങ്ങളെ മുഴുവൻ പറഞ്ഞേക്കുമ്പോ ഒരെണ്ണം പോകുന്നില്ല, എല്ലാം കൂടുപോലെ നിൽക്കുന്നു. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, എന്താ ഗോപികമാരെ, അല്ല അങ്ങ് പറഞ്ഞില്ലേ ഭർത്തൃ ശുശ്രൂഷണം സ്ത്രീനാം പരോധർമ്മം, ഭർത്താവിനെ ശുശ്രൂഷിക്കലാണ് സ്ത്രീകളുടെ ധർമ്മം. അതെ, ഞങ്ങളുടെ ഭർത്താവ് നിങ്ങളാ, ഞങ്ങളുടെ ഭർത്താവ് കൃഷ്ണനാണ്. അതെങ്ങനെ ഞാൻ നിങ്ങളുടെ ഭർത്താവ്? ഞാനെങ്ങനെയാ നിങ്ങളുടെ ഭർത്താവ്? അപ്പൊ ഭർത്താവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പറയുകയാണ്. ഭർത്താവ് ആരാണ്? സവൈപതിയിലാണ്, അവനാണ് പതിയിലാണ്. ആരെ അഭയം പ്രാപിച്ചാലാണോ അകുതം ഭയം എന്നാണ്. ഭയം കുതം, എവിടെയാണ് ഭയം ഉണ്ടാവുക? അങ്ങനെയുള്ള ഒരാളാണ് ഞങ്ങളുടെ ഭർത്താവ്. അതായത് ഭർത്താവ് എന്നുള്ളതിന് മറ്റൊരർത്ഥം പതി എന്നാണ്. എന്താണ്? പതി. അപ്പോ പതി എന്നതിന് മറ്റൊരർത്ഥം സംസ്കൃതത്തില് അഭയം എന്നൊരർത്ഥമുണ്ട്. എന്താണ്? പതി, അഭയം. ആരെ അഭയം തേടിയാലാണോ ഇനി വേറൊരാളെയും അഭയം തേടേണ്ടതായി ഇല്ലാത്തത്, അതാണ് പതി. സാധാരണ ഭർത്താവിനെ അഭയം തേടിയാൽ ഭയം പോവോ? ഭയം പോവോ? തൽക്കാലത്തേക്ക് പോവും, പക്ഷേ അല്ലേ, ഒരു ധൈര്യമാണ്. പക്ഷെ എല്ലായ്പ്പോഴും ഭയം പോവോ? ഭയം പോവോ? ഇല്ലേ. വീട്ടിൽ കള്ളം കയറിയപ്പം ഭാര്യയോട് ഭർത്താവ് പറയാണ്, നീ നോക്ക്, ഞാനിവിടെ വാതിലിന്റെ പുറത്ത് നിൽക്കാന്ന്. ഇങ്ങനെയുള്ള ഒരു ഭർത്താവിനെയാണ് ഭർത്താവിനെയാണ് കൊണ്ട് നടക്കുന്നതെങ്കിൽ അവിടെ ഭയം ഉണ്ടാവുക. താനീ പേടി തൊണ്ടന്മാരായ ഭർത്താവും ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഉണ്ട്. അവര് ധൈര്യമില്ലാത്ത ഭർത്താവും ഉണ്ട്. അപ്പോ ഇങ്ങനെ കൃഷ്ണനെ ആരായി കാണുന്നവര്? ഭഗവാൻ പറഞ്ഞു, ഗോപികമാരെ നിങ്ങള് ആള് തിരക്കടില്ല. കാരണം നിങ്ങൾ എന്നെ ആരായി കാണുന്നു? പരമാത്മാവായ ഒരു ഭർത്താവായി കാണുന്നു. അപ്പൊ കൃഷ്ണന് അവരുടെ കൃഷ്ണനിലുള്ള ഭക്തി കൃഷ്ണൻ അറിയാം. പക്ഷെ അതൊരിക്കലും ഒരു ലൗകികമാവരുത്, അതൊരു ആത്മീയമായൊരു ഭക്തിയാവണം. നോക്കൂ, കൃഷ്ണൻ ഗോപികമാരുടെ കൂടെ ഒരു ഗോപികയും കൃഷ്ണനും തമ്മിലുള്ള ഒരു ലൗകിക നൃത്തമല്ല കൃഷ്ണൻ ആടുന്നത്. മനസ്സിലായില്ലേ? അതെപ്പോഴും ഓർക്കണം. കൃഷ്ണന്റെ ലക്ഷ്യം എന്താണ്? ആ ഗോപികമാരെ പൂർണ്ണതയിലെത്തിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കൃഷ്ണൻ സ്ഥൂലതലത്തിലല്ല അവരെ നോക്കുന്നത്, കൃഷ്ണൻ സൂക്ഷ്മതലത്തിലാണ്. ഈ ഗോപികമാരെത്രമാത്രം എന്നെ അവരിലെ പരമാത്മാവായി കാണുന്നുണ്ട്, ഇത് ഉറപ്പിക്കണം. അപ്പൊ കൃഷ്ണൻ അഭിനയിച്ചു, ശരി ഗോപികമാരെ, എന്നാ ഞാൻ നിങ്ങളുടെ ഭർത്താവ് തന്നെ. ഇനി എന്താണ്? അപ്പൊ അവര് പറഞ്ഞു, കൃഷ്ണൻ ഞങ്ങൾക്ക് ഏറെ കാലത്തെ മോഹാണ് അങ്ങയോടൊത്ത് നൃത്തമാടണമെന്ന്. അങ്ങനെ ഗോപികമാരും കൃഷ്ണനും തമ്മിൽ ആ വൃന്ദാവനത്തിലെ യമുനാ തടത്തിൽ അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയില്ലേ. കൃഷ്ണൻ പുല്ലാങ്കുഴൽ വിളിക്കണോ, ഗോപികമാരങ്ങോട്ട് തകർപ്പൻ DJ പാർട്ടി. ആദ്യത്തെ DJ പാർട്ടി നടത്തിയത് ആരാണ്? ഈ രാത്രിയിലെ പാർട്ടിയാണല്ലോ. അടിപൊളി ഡാൻസും പാട്ടും. കൃഷ്ണൻ പുല്ലാങ്കുഴൽ വിളിക്കും, ഗോപികമാര് നൃത്തം ചവിട്ടാൻ തുടങ്ങി. അങ്ങനെ ഡാൻസ് കളിച്ച് സമയം പോയതൊന്നും അറിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ഈ ഗോപികമാരുടെ ഇടയിൽ ഉന്തും തള്ളും, രാഷ്ട്രീയക്കാരെ പോലെ.
അവർക്ക് ഈ സ്റ്റേജിൽ നേതാക്കന്മാർ വന്നാൽ എന്ത് ചെയ്യും? ചിന്ന ചിന്ന നേതാക്കന്മാരൊക്കെ കൂടെ കിടന്ന് ഉന്തും തള്ളും ഉണ്ടാക്കും. ഇതുപോലെ ഇവിടെ ഒരു ഉന്തും തള്ളും. എന്താ ഒരു ഉന്തും തള്ളും ഒക്കെ? അപ്പൊ മനസ്സിലായി ചിലവർക്കൊക്കെ കൃഷ്ണനിലേക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. അപ്പൊ കൃഷ്ണന്റെ അടുത്ത് തൂങ്ങി നിൽക്കുന്നവരെ ഒരു തള്ളു. നീ കുറെ നേരമില്ലേ അവിടെ തൂങ്ങി നിൽക്കണു, മാറും കണ്ട്. എനിക്കും അവിടെ കുറച്ചു നേരം കൃഷ്ണനോടൊത്ത് നിർത്താൻ മാറണം. ഇവരിടയിൽ ഇങ്ങനെ ഒരു പോര്, ഒരു മത്സരം കൃഷ്ണൻ കണ്ടതും കൃഷ്ണൻ അന്തർദ്ധതേ ഹരി എന്ത് ചെയ്തു? അവിടെ നിന്ന് അങ്ങോട്ട് മറഞ്ഞു. ഈ പോര് നടക്കട്ടെ എന്ന് വെച്ചു. അങ്ങനെ അവർക്ക് വിഷമായി. കുറച്ചു കഴിഞ്ഞ് അവർക്ക് ബുദ്ധി വന്നു, അയ്യോ നമ്മുടെ ഈ പോര് കാരണം ആര് പോയി? കൃഷ്ണൻ പോയി. കൃഷ്ണനെ കാണാനില്ല. ഗോപികമാർക്ക് അവിടുന്ന് ഒരു അന്വേഷണമാണ്. ആ യമുനയുടെ തടത്തിലുള്ള മല്ലികെ, യൂതികെ, തുളസി, കല്യാണി കണ്ടുവോ ഞങ്ങളുടെ കൃഷ്ണനെ? തുളസി കണ്ടുവോ കൃഷ്ണനെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെ കണ്ടുവോ എന്നുള്ള അന്വേഷണം. എവിടെ കാണുന്നു കൃഷ്ണനെ? കാരണം കൃഷ്ണൻ എങ്ങോട്ടാ പോയതെന്നുള്ളവരാരും കണ്ടില്ല. അത്ര വേഗത്തിൽ കൃഷ്ണൻ മറഞ്ഞു. അപ്പോഴാണ് ഒരു ഗോപിക, അവള് പെരുമ്പാവൂരുകാരിയാവണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അത്ര സൂക്ഷ്മ ബുദ്ധിയുള്ളവളായിരുന്നു. അവള് നേരെ താഴോട്ട് നിലത്തേക്ക് നോക്കിയപ്പം മണൽ ആണല്ലോ. അപ്പൊ കാലടികൾ പോയ ഒരു ലക്ഷണം. അവള് പറഞ്ഞു കണ്ടു 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 എന്നൊക്കെ പറഞ്ഞു ഉറക്കെ ബഹളം. എന്ത് കണ്ടു? ദേ കൃഷ്ണൻ ഈ വഴിക്കാ പോയത്, കണ്ടില്ലേ കൃഷ്ണന്റെ കാല്? എല്ലാവരും നോക്കിയപ്പോ കൃഷ്ണൻ മാത്രല്ല പോയത്, ഒരു ഗോപിയുടെയും കൂടി കാലുണ്ട്. അമ്പട കള്ള, ഞങ്ങളിൽ ഒരാളെയും കൊണ്ടാണ് നീ പോയത്, എന്നാ പിന്നെ അവളെ കണ്ടുപിടിച്ചിട്ട് കാര്യം. ഇവർക്ക് അസൂയ വന്നു. അപ്പൊ ഇവര് പറയണം, ഒരു പക്ഷെ ശരിക്കും അവളായിരിക്കും കൃഷ്ണനെ കൂടുതൽ ഇഷ്ടപ്പെട്ടില്ല, സ്നേഹിച്ചിട്ടുണ്ടാവുക. കൃഷ്ണൻ അതുകൊണ്ടായിരിക്കും അവളെ കൊണ്ടുപോയത്. അങ്ങനെ ആരെ കൊണ്ടുപോയി എന്നാ പറയാ? ഗോപികമാരുടെ ഇടയിൽ ആരെ കൊണ്ടുപോയി എന്നാ പറയുമ്പം രാധ. ഭാഗവതത്തിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയില്ല. ഒരു വാക്കിങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്, അനയാ ആരാധിതോനോനം ഭഗവാൻ ഹരിരീശ്വര എന്നൊരു വാക്കുണ്ട്. ഏതായാലും അവരെ അന്വേഷിച്ച് കുറച്ച് പുറകോട്ട് പോകും. കുറച്ചൊരു കാടിന്റെ ഉള്ളിലേക്കാ പോയത്. അവിടുന്ന് ഒരു കരച്ചില്, ആ നാഥ രമണപ്രേഷ്ട ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായാമേ സഖേ ദർശയ സന്നിധി. കൃഷ്ണ എന്നെ ഇവിടെ ഇട്ടിട്ട് പോവല്ലേ, കൃഷ്ണ എന്നെ ഉപേക്ഷിച്ചു പോവല്ലേ. അപ്പൊ ഇവർക്ക് സമാധാനായി. കാരണം കൃഷ്ണൻ അവളെയും കാട്ടിലിട്ടിട്ട് പോയിന്ന്. ഇവ കൃഷ്ണൻ അവളെ വിട്ടിരിക്കണോ? അപ്പൊ ചെന്ന് നോക്കുമ്പോഴല്ലേ ഇവള് പറയുന്നത് എന്ത് പറ്റിച്ചാല്, കുറച്ചു ദൂരം പോയപ്പം ഇവള് പറഞ്ഞു, കാട്ടിന്റെ ഉള്ളിലുള്ള വഴി എനിക്ക് അറിയില്ല കൃഷ്ണ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, എന്നെ കൃഷ്ണൻ പുറത്തെടുത്ത് കൊണ്ടുപോകുന്നു. അപ്പം ഭഗവാന് മനസ്സിലായി മറ്റവര് ഇങ്ങനെ താഴെ നിന്നേ ഉന്തിയിട്ടുള്ളൂ, ഇതിപ്പോ തലയ്ക്ക് കയറിയിട്ടാണ് ഇവളുടെ വക ഉന്തല്. ഇവളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, ആ പാറപ്പുറം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ കേറ് എന്റെ പുറത്തേക്ക് ചാഞ്ഞോളൂ എന്ന്. ഇവൾ അത് വിശ്വസിച്ച് പാവം പാറപ്പുറത്തൊക്കെ കയറി ചാഞ്ഞതേ ഓർമ്മയുള്ളൂ. അവിടെ കൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. കൃഷ്ണൻ അവിടുന്ന് തൂങ്ങിക്കളഞ്ഞു. അവള് താഴെ കെട്ടി മറിഞ്ഞു വീണ് അവിടുന്ന് ഉറക്കാലാണ്. അയ്യോ എന്നെ വിട്ടിട്ട് പോയല്ലോ, എന്നെ വീക്ഷിച്ചു പോയല്ലോ, കൃഷ്ണ എന്നെ കൈവിടല്ലേ എന്നും പറഞ്ഞ് അവിടെ അരച്ചു. ഏതായാലും ഗോപികമാർക്ക് മനസ്സിലായി കൃഷ്ണൻ എല്ലാവരിൽ നിന്നും എവിടെയോ പോയി ഒളിച്ചു. ആ കൃഷ്ണനോട് ചെയ്ത തെറ്റല്ലേ അവര് എന്നവർക്ക് മനസ്സിലായി. അവര് തിരിച്ചു വീണ്ടും യമുനാ തടത്തിൽ വന്ന് ആ കൃഷ്ണനെ ഓർത്തുകൊണ്ട് കൃഷ്ണനെ സ്മരിക്കുന്ന, കൃഷ്ണനോട് അവരുടെ ഹൃദയത്തെ സമർപ്പിക്കുന്ന മനോഹര വരികളാണ് ഗോപികാഗീതം. ഭാഗവതത്തിലെ അതിസുന്ദരമായ ഒരു ഭാഗമാണ് ഇത് ഗോപികാഗീതം. 31-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചു കാണുമ്പം, ജയതി പേതികം ജന്മനാവൃജ ശ്രയത ഇന്ദിരാ ശശ്വതത്രഹി ദൈതദൃശ്യതാം ദിക്ഷുതാവക ത്വയി ധൃതാസവ
ത്വം വിചിന്നതേ ശരദുദാശയേ സാധുജാതസ സരസിജോധര ശ്രീമുഷാദൃശ സുരതനാഥതേ അശുൽക്കദാസിക വരദനിഘ്നതോ നേഹ കിം വത തുടങ്ങിയിട്ടുള്ള വരികൾ മനോഹര വരികളാണ്. ഗോപികമാര് പറയുന്നു, ഞങ്ങൾ വളരെ സുഹൃതികളാണ്. എന്താന്ന് വെച്ചാൽ കൃഷ്ണൻ ലീലയാടുന്ന വൃന്ദാവനത്തിൽ ഞങ്ങൾക്കും ജീവിതം കിട്ടിയത് ഞങ്ങളുടെ ഒരു പരമഭാഗ്യം. ജയതിദേതികം ജന്മനാ വ്രജ, ഈ ജന്മന ഞങ്ങൾക്ക് ഈ ജന്മം വ്രജഭൂമിയിൽ കിട്ടിയത് ഞങ്ങളുടെ ജീവിതത്തിന്റെ മഹാഭാഗ്യമാണ്. കാരണം അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് കൃഷ്ണ അങ്ങയെ കാണാനും അങ്ങയിലൂടെ ജീവിതത്തെ എന്താണെന്ന് അറിയാനും മനസ്സിലാക്കാനൊക്കെ സാധിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ്. എന്നിട്ട് കൃഷ്ണ ഞങ്ങൾ അങ്ങയിൽ മനസ്സർപ്പിച്ച് എല്ലാം അങ്ങയിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. പക്ഷെ എന്നിട്ടും അങ്ങ് ഞങ്ങൾ എന്തിനാണ് കൊല്ലാതെ കൊല്ലുന്നത്? അശുൽക്കദാസികളായ ഞങ്ങളെ അശുൽക്കദാസികളായ ഞങ്ങളെ എന്തിനാണ് അങ്ങ് കൊല്ലുന്നത്? എന്താണ് കൃഷ്ണ ഞങ്ങളോട് ഇത്രയും ക്രൂരത കാണിക്കുന്നത്? അതാണ്. അപ്പോൾ ഞങ്ങൾക്കറിയാം അങ്ങയ്ക്ക് ഞങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ആർക്ക്? കാരണം അങ്ങ് ഞങ്ങളുടെ പരമാത്മാവാണ്. കൃഷ്ണൻ ആരെയും ഉപേക്ഷിക്കില്ല. കാരണം കൃഷ്ണൻ എല്ലാവരുടെയും, കൃഷ്ണനെ ഗോപികമാരെങ്ങനെയാ കണ്ടത് അത് മനസ്സിലാക്കി. നക്കല്ലു ഗോപികാം നന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മദൃ വിഘനസാർത്തിതോ വിശ്വഗുപ്തയേ സഗവുദേവാൻ സത്വതം കുലേ വിരജിതാഭയം വിഷ്ണിതുര്യതേ ചരണമീയുഷാം സംസ്കൃതേർഭയാൽ കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിന ശ്രീകരഗ്രഹം നഖലു ഗോപികാനന്ദനോ ഭവാൻ. ഞങ്ങൾക്കങ്ങ് കേവലം യശോദാദേവിയുടെ നന്ദനല്ല. കൃഷ്ണനെയും ഗോപികമാരെവിടെ കാണുന്നത്? അഖിലദേഹിനാം അന്തരാത്മാ. ആരാണ് കൃഷ്ണൻ? ഈ വാക്ക് മറക്കരുത് നിങ്ങൾ. അഖിലദേഹിനാം. ദേഹി എന്ന് പറഞ്ഞാൽ മനസ്സ് നടത്താം. ആരാണ് ദേഹി? മനസ്സ്. ആ മനസ്സിന് നേടാനുള്ള അന്തരാത്മാ പൂർണ്ണബോധമാണ് ആര്? ആര്? ഭഗവാൻ. ഭഗവാൻ എന്നാൽ പൂർണ്ണബോധം. ആ പൂർണ്ണബോധത്തിന്റെ അംശമായ മനസ്സാണ് ദേഹി. അഖില എന്താണ് ആ വാക്കെന്താണ്? അഖിലദേഹിനാം അന്തരാത്മന നഖലു ഗോപിക നന്ദനോ ഭവാൻ. ചൊല്ലു അത് എല്ലാവരും. നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മദൃ വിഘനസാർത്തിതോ വിശ്വഗുപ്തയേ സഗവുദേവാൻ സത്വതം കുലേ. എന്താ ഭഗവാനെ? അതുകൊണ്ട് കൈപിടിച്ചുയർത്തേണ്ട അങ്ങ് കൈവിടാൻ പാടൂ. അവിടുന്ന് ഞങ്ങളെ വിരജിതാഭയം വൃഷ്ടിദുര്യതേ ചരണമീയുഷാം സംസദേർഭയാ കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിന ശ്രീകരഗ്രഹം. കൈപിടിച്ചുയർത്തേണ്ട അങ്ങ് ഞങ്ങളെ കൈവിടുന്നത് ശരിയാണോ? ഞങ്ങൾക്കാണെങ്കിൽ അങ്ങയിലേക്ക് അങ്ങ് വന്ന് ചേരണം. ഞങ്ങളുടെ മനസ്സിങ്ങനെ വെമ്പുകയാണ് അങ്ങയിലേക്ക് എത്തിച്ചേരാനായിട്ട്. എങ്ങനെയാണ് അങ്ങയിലേക്ക് എത്തിച്ചേരേണ്ടത്? ഞങ്ങളുടെ പൂർവികർ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ്?
തവകഥാമൃതം സപ്തജീവനം കവിപിരീഡിതം കൽമഷാപകം ശ്രവണമംഗളം ശ്രീമദാദതം ഭുവി ഗൃണന്തി തേ ഭൂരിധാ ജനാ. എന്താ പറയണത്? കഥാമൃതം കേട്ട് നാമാമൃതം കൊണ്ടു നടന്ന് അങ്ങനെ അങ്ങയുടെ നാമത്തിൽ ലയിച്ച് അങ്ങയിലേക്ക് എത്താൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. അങ്ങയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങയിലേക്ക് എത്തിച്ചേർന്നാലോ? ഞാൻ അവിടെ നിന്ന് ഇവിടെ നിൽക്കുന്നത് ചൊല്ലുകയാണേ, സമയത്തിന്റെ കുറവുള്ളതുകൊണ്ട്. സുരതവർദ്ധനം ശോകനാശനം സ്വരിതവേണുനാ സുഷ്ടുചുംബിതം ഇതരരാഗ വിസ്മാരണം നൃണാം വിതരവീരന തേതരാമൃതം. എന്താ പറയുന്നത്? സുരതവർദ്ധനം ശോകനാശനം. നാമത്തിലേക്ക് മുഴുകും തോറും സുരതം എന്ന് പറഞ്ഞാൽ ഒരു പരമ ആനന്ദ നിർവൃതിയുടെ അവസ്ഥയാണ്. ശരിക്കും സുരഥം എന്നുള്ളത് സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ തീവ്രമായ ഒരു ഭാവത്തെയാണ് പറയുക. സുരഥം എന്ന് പൊതുവെ പറയും. ഇവിടെ ജീവാത്മാവും പരമാത്മാവും ചേർന്ന് നാമത്തിൽ അത്രയും മുഴുകിച്ചേരുമ്പോൾ ഒരു സ്ത്രീ പുരുഷ ലയം പോലെ തന്നെ നാമവും ലയിക്കുന്ന അവസ്ഥ, ആ ഒരവസ്ഥയിൽ കിട്ടുന്ന അനുഭവത്തിന്റെ പേരാണ് സുരതവർദ്ധനം. അപ്പോഴെന്തുണ്ടാവും? ശോകനാശനം. എന്തുണ്ടാവും? എല്ലാവർക്കും വേണം എന്ത്? മനസ്സിലെ ശോകം നശിപ്പിക്കണം. വേണ്ടേ? വേണോ? അതിനെന്താ വഴി? നാമജപത്തിൽ മുഴുകിച്ചേരണം. അപ്പൊ ഏതു പോവും? ശോകനാശനം. ഇതര രാഗവിസ്മാരണം. ഇതര രാഗവിസ്മാരണം അതായത് ലൗകിക സുഖങ്ങളോടുള്ള രാഗത്തിന്റെ തീവ്രത കുറഞ്ഞു. വിധരവീരന തേ അധരാമൃതം. അതാണ് അവിടുത്തെ അധരാമൃതം എന്നൊക്കെയുള്ള വാക്കിന് നാമാമൃതം എന്നർത്ഥം എടുക്കണേ. അപ്പൊ ഇതൊരു ലൗകിക ഭാഷയാണ്. അവിടുത്തെ നാമാമൃതത്തിന് അങ്ങനൊരു പരമാനന്ദ നിർവൃതി തരാനുള്ളൊരു കഴിവുണ്ട്. അത് ഞങ്ങൾക്ക് അറിയാം കൃഷ്ണ. അതനുഭവിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷെ അങ്ങ് ഞങ്ങളെയൊക്കെ കൈവിട്ടു എന്നാണ്. ഇവിടെ ഒരു വാക്ക് നിങ്ങളൊക്കെ ഓർക്കണം. സുരിത വേണുനാ സുട്ടു ചുംബിതം. ഭഗവാൻ വേണുവിനെ ചുംബിക്കുന്ന ആ ഒരു ഭാവം എപ്രകാരമാണോ വേണുവിനെ ചുംബിച്ചുകൊണ്ട് പാടുന്നത്, വേണുവിനെ ചുംബിച്ചുകൊണ്ട് പാടുമ്പോൾ ആ വേണുവിൽ അങ്ങനെ, ആ സംഗീതത്തിൽ അങ്ങനെ എന്ത് ചെയ്യുന്നു? ലയിച്ചു പോകുന്നു. ഇതുപോലെ നാമത്തിൽ അങ്ങോട്ട് എന്ത് ചെയ്യണം? ലയിച്ചു ചേരണം. ഈ ഒരു രൂപം നമ്മൾ വീട്ടിലൊക്കെ കൃഷ്ണന്റെ ഓടക്കുഴൽ വെച്ചുള്ള രൂപമില്ലേ, ഇതെന്തിന്റെ പ്രതീകമാണ്? പലപ്പോഴും നമ്മളിതൊന്നും മനസ്സിലാക്കില്ലേ. എല്ലാവരും ഇങ്ങനെയുള്ള വിഗ്രഹമൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ ഇവിടെ കൊടുക്കാനുള്ളതാണ് സപ്താഹം കഴിഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിഗ്രഹമൊക്കെ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ, ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ പറയണം, കൃഷ്ണൻ എന്ന വാക്കിന് പൂർണ്ണബോധമെന്നും വേണു എന്ന വാക്കിന് ശരീരമെന്നും അർത്ഥം. എന്താണ്? ഈ ശരീരമാണ് വേണു. ഓടക്കുഴലിൽ 9 ദ്വാരങ്ങളുണ്ട്. ഒന്ന് ഊതുന്നത്, പിന്നെ സാരി ഗ മ പ ധ നി 7, പിന്നെ ഈ കാറ്റ് പുറത്തേക്ക് പോകുന്നത്, പുറത്തു പോകുന്നത്. എത്രയും മൊത്തം 7ഉം 2ഉം 9. ഈ മനുഷ്യ ശരീരത്തിലും എത്ര ദ്വാരം? 9 ദ്വാരം. കണ്ണിന്റെ 2 ദ്വാരം, മൂക്കിന്റെ 2 ദ്വാരം, വായ, കാത്, താഴെ മലമൂത്രങ്ങളൊക്കെ അടക്കം എത്രയും
9 ദ്വാരം. നവദ്വാരേ പുരേ, നവദ്വാരപുരം ദേവി. ഏതുപോലെയാണത്? ഏതുപോലെയാണത്? ഒരു മുളന്തണ്ട് പോലെയാണ്. ഏതുപോലെ? മുളന്തണ്ട്. അതുകൊണ്ടാണ് ഹിന്ദു സംസ്കാരത്തില് മരിച്ചു കഴിഞ്ഞാൽ 2 മുള വെച്ച് കെട്ടി 9 കമ്പ് കെട്ടി അതിലായിരുന്നു പഴയ കാലത്ത് ബോഡി ചിതയിലേക്ക് കൊണ്ടുപോകുക. ഇപ്പോഴാണ് കേരളത്തിൽ അതൊക്കെ മാറി. ഇപ്പോഴും നോർത്തിൽ ഈ ചടങ്ങുണ്ട്. മുളയിലൊക്കെ ബോഡി കൊണ്ടുപോകുന്ന ചടങ്ങ് അവര് വിട്ടിട്ടില്ല. ഇവിടെയുണ്ടോ? അങ്ങനെ ചെറിയ കമ്മ്യൂണിറ്റിയിൽ മാത്രമേ ഉള്ളൂ. ജനറലി ഇവിടെ ഇല്ല. ജനറലി അതൊക്കെ നമ്മളിൽ നിന്നും പോയി കഴിഞ്ഞ് ഇമ്പോസിബിൾ ആണ്. ഇങ്ങനെ മുളയിൽ കെട്ടിക്കൊണ്ടുപോകുമ്പോൾ ഓർക്കുന്നത് ഈ ശരീരം ഒരു മുളന്തണ്ടാണ്. ആ മുളന്തണ്ട് ശ്രദ്ധിക്കുക. ഈ ശരീരമാകുന്ന മുളന്തണ്ടിന് ജീവിതമാകുന്ന സംഗീതം കൊടുക്കുന്നത് ഞാൻ എന്നൊരു അഹങ്കാരമല്ല, അതിനെ ഉണർത്തുന്ന കൃഷ്ണനാകുന്ന പൂർണ്ണബോധമാണ്. നമ്മൾ മറന്നുപോകുന്നു. കാരണം നമ്മൾ ഈ രാവിലെ എണീക്കുന്നത് മുതൽ ഞാൻ 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 എൻ്റെ എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ എനിക്ക് ഇത് കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു ഈ ഞാൻ ഉണർന്നത് ശരീരത്തിൽ നിന്നാണെന്ന്. പക്ഷെ ഈ ഞാനിനെ ഉണർത്തിയത് പൂർണ്ണബോധമാണ്. മനസ്സിലായില്ലേ? ആ ഞാനിനെ നിലനിർത്തുന്നതും അതുകൊണ്ടാണ് മനസ്സിന് സ്വാതന്ത്ര്യമുള്ളത്. നിങ്ങൾ അല്പം ഒന്നിരുന്ന് ആലോചിച്ചാൽ പിടികിട്ടും. മനസ്സ് ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഈ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ആര്? അത് പുറത്തേക്ക് പോകുന്നുണ്ട്, പലതും കാണുന്നുണ്ട്. ഉണ്ടോ? മനസ്സിലായില്ല? നിങ്ങൾ ആലോചിക്കുക. ബ്രെയിനിനകത്ത് ഉള്ളതാണ് മനസ്സെങ്കിൽ അത് ബ്രെയിനിനകത്തുനിന്ന് തന്നെ നിൽക്കണം. മനസ്സിലാവുണ്ടല്ലോ? അതൊരു ഓർഗൻസിന്റെ ഉള്ളിൽ നിൽക്കുന്നതല്ല. ഏത്? മനസ്സ്. അതിന് ഒരു ഓർഗനുമായിട്ട് ബന്ധം ഇല്ല. അപ്പൊ മനസ്സ് വ്യാപ്തി ഉള്ളതാണ് മനസ്സ്. ഏത്? ആണോ അല്ലയോ? മനസ്സിന് എന്തുണ്ട്? വ്യാപ്തിയുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു രൂപവും ഇല്ല. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? അപ്പൊ അങ്ങനെയുള്ളൊരു മനസ്സ് ശരീരത്തിൽ നിന്നാണോ ഉണർന്നു വരുന്നത്? ആണോ? അപ്പൊ എവിടെ നിന്ന് ഇത് ഉണർന്നു വരുന്നു? ഉണർന്നു വരുന്ന മനസ്സിനെ ഉണർത്താൻ ഒരു ശക്തി ഉണ്ടായേ പറ്റൂ. എന്ത് പ്രകടമാവുന്നുണ്ടോ പ്രകടമാകുന്നതിനെ പ്രകടമാക്കാൻ ഒരു ശക്തി ഉണ്ടാവണം. എങ്കിലേ അത് പ്രകടമാവുള്ളൂ. കാരണം ശൂന്യതയിൽ നിന്നൊന്നും ഉണ്ടാവില്ല. അപ്പൊ മനസ്സ് ഉണർന്നു വരുമ്പോൾ ബോധത്തോടു കൂടിയിട്ടാണ് ഉണർന്നു വരുന്നതെങ്കിൽ മനസ്സിലാക്കണം, മനസ്സ് ഏതിൽ നിന്ന് ഉണർന്നു? ബോധത്തിൽ നിന്നും ഉണർന്നു. ഇപ്പോൾ നമുക്ക് എന്തും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം തരുന്നത് ശരീരമല്ല, മനസ്സിന് എന്തും ശ്രദ്ധിക്കാനും ചിന്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം തരുന്നതും ബോധം. അപ്പം മനസ്സിലാക്കണം, സ്വതന്ത്രമായത് പൂർണ്ണമാണ്. ഇനി മനസ്സിലാക്കണം, രാത്രി നമ്മൾ തിരിച്ച് പോകുന്നതും ഏതിലേക്കാണ്? ബോധത്തിലേക്കാണ്. അതെങ്ങനെ മനസ്സിലായി? കാരണം ആ ബോധം ഒരു മനസ്സിനെ ഉറക്കുന്നു, വേറൊരു മനസ്സിനെ ഉണർത്തുന്നു. അതാണ് സ്വപ്നം. ഇപ്പൊ മനസ്സ് ഒരു ഭാഗം ഉറങ്ങി, ബോധ മനസ്സ് ഉറങ്ങി, ഉപബോധ മനസ്സ് ഉണർത്തുന്നു. അപ്പൊ നമ്മൾ സ്വപ്നം കാണും. അതും ആരാ ചെയ്യുന്നത്? ബോധം തന്നെയാണ്. അതെങ്ങനെ മനസ്സിലായി? ആ സ്വപ്നത്തിൽ നിന്നും ഉണർത്തുന്നതും നമ്മളാണോ? സ്വപ്നത്തിൽ നിന്ന് നമ്മൾ ഉണരുമ്പോൾ ആരാ ഉണർത്തുന്നത്? അതും ബോധമാണ്. അപ്പൊ രാവിലെ ഉണർത്തുന്നതും ആരാണ്? ബോധമാണ്. അപ്പൊ ഒരു പൂർണ്ണ ബോധമാകുന്ന കൃഷ്ണനിലാണ് എൻ്റെ ജീവിതം ഇരിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്ന ചിത്രമാണ് പുല്ലാങ്കുഴൽ പിടിച്ചിരിക്കുന്ന മുരളീധര രൂപം. ഈ ബോധം നമുക്കുണ്ടാവണം. ആരാ മുരളീധരൻ? പൂർണ്ണബോധ സ്വരൂപനായ
ഭഗവാനിലാണ്, ബോധത്തിലാണ് ഞാനാകുന്ന വ്യക്തിത്വം നിൽക്കുന്നതെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്ന രൂപമാണ് ഏത്? മുരളീധര രൂപം. ഇതൊക്കെ വീട്ടിൽ വെക്കുമ്പം ആ ഓർമ്മയിൽ വേണം. ആ കൃഷ്ണനെ ഇരുന്ന് രാവിലെ ധ്യാനിക്കുമ്പം ആ പുല്ലാങ്കുഴലെടുത്ത് പിടിക്കുന്ന കൃഷ്ണനെ നോക്കിയിട്ട് രാവിലെ തന്നെ ധ്യാനിക്കുന്ന സമയത്ത് എന്താ ഓർക്കേണ്ടത്? എന്താ ഓർക്കേണ്ടത്? മറന്നും പോയി. പൂർണ്ണബോധത്തിന്റെ ഒരംശമാണ് എൻ്റെ മനസ്സ്. അതിൽ നിൽക്കുന്നതാണ് ഈ ശരീരം. മനസ്സിലായില്ലേ? പൂർണ്ണബോധത്തിന്റെ അംശം മനസ്സ്. പറയുന്നത് ശ്രദ്ധിക്കണം. പൂർണ്ണബോധത്തിൽ നിന്നും പ്രകടമായതാണ് മനസ്സ്. മനോബുദ്ധിചിത്തം അഹങ്കാരം. അത് പ്രവർത്തിക്കുന്നത് പ്രാണനും. പ്രാണനും മനസ്സിനും പ്രവർത്തിക്കാനുള്ളതാണ് ശരീരം. മനസ്സിലാവുണ്ടോ? പ്രാണനും മനസ്സിനൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് ശരീരം. ഈ ബോധം നമ്മൾ ഉറപ്പിച്ചു വെച്ചിട്ടിരുന്ന് നാമജപത്തിലൂടെ ആരിലേക്ക് ഉയർത്തുക? ആരിലേക്ക് ഉയർത്തണം? ഭഗവാനിലേക്ക് ഉയർത്തണം. ഇതൊക്കെ ഓർമ്മപ്പെടുത്താനാണ് നമ്മളിരുന്ന് ധ്യാനിക്കുന്നത്. ഇപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു, അതിനാണ് ഞങ്ങള് എല്ലാം വിട്ട് ആരിലേക്ക് എത്തിയത്? ഇതൊക്കെ ഓർത്തുകൊണ്ടാണ് ആരിലേക്ക് എത്തിയത്? കൃഷ്ണനിലേക്ക്. ഞങ്ങൾ എന്ത് ചെയ്തു? പതിസുതന്വയ ഭ്രാതബന്ധവാൻ അതിവിലംഘ്യതേ അച്യുതാഗത ഗതിവിതസ്തവൽ ഗീതമോഹിത കിതവയോഷിത കസ്ത്യജന്നിശി. ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് അങ്ങയിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാനെ സ്മരിക്കുമ്പോൾ, നാമം ജപിക്കുമ്പോൾ ഈ വിചാരങ്ങളൊക്കെ ഇടണം. ഏത് വിചാരം? വീട്, കുടുംബം, ഭാര്യ, മക്കള്, പറമ്പ്, ഇതൊക്കെ എന്ത് ചെയ്യണം? വിട്ടിട്ട് വരണം എന്നല്ല പറഞ്ഞത്. എവിടുന്ന് വിടണം? അമ്പലത്തിലേക്ക് കയറുമ്പോ ചെരുപ്പ് ഊരി വെക്കുമ്പോ തന്നെ ഏത് വിടണം? ചെരുപ്പ് വിടണം എന്നാ? ചെരുപ്പ് വിടണമെന്നാണോ? അമ്പലത്തിലേക്ക് പോകുമ്പോ ചെരുപ്പൂരി അകത്ത് കയറുമ്പം എന്ത് വിടണം? എല്ലാ കുടുംബ ചിന്തകളും വിടണം. ഏത് മാത്രമേ പാടുള്ളൂ? ഒരു നാമജപം മാത്രമേ പാടുള്ളൂ. അതാണ് പതിസുധാന്വയ ഭ്രാതബാന്ധവാൻ. ഇതൊക്കെ വിട്ടിട്ട് അച്യുത ആഗത. മനസ്സെങ്ങോട്ടാഗതം? അച്യുതനിലേക്ക്. ഇത് സാധിക്കുവോ? ഇത് സാധിക്കുവോ? എന്താ മിണ്ടാത്തത് നിങ്ങള്? സാധിക്കുവോ? എളുപ്പാണോ? എളുപ്പാണോ? ഗോപികമാർക്ക് ഇതൊക്കെ മനസ്സിലായി. എന്നിട്ട് ഞങ്ങളെ കൈവിടുന്നത് ശരിയാണോ കൃഷ്ണ? ഇത് പറഞ്ഞതും ഗോപികമാരുടെ മുന്നിൽ ആരെത്തി? കൃഷ്ണൻ. അപ്പൊ ഗോപികമാര് കൃഷ്ണനെ വളഞ്ഞെത്തി. എല്ലാവരും കൂടി അതിൻ്റെ ഇടയിൽ താമ്പൂലം കൊടുക്കണു. ഒരുത്തി അത് താമ്പൂലം പിടിച്ചു വാങ്ങണു. അവൾ വേറൊരുത്തി പുതിയ താമ്പൂലം കൊടുക്കണു. ഇങ്ങനെയൊക്കെ കൃഷ്ണനെ അങ്ങോട്ട് പരിചരിക്കാൻ തുടങ്ങി. അപ്പൊ ഒരു ഗോപിക ചോദിക്കുകയാണ്, ഞങ്ങൾ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് അങ്ങേ ഇങ്ങനെ ഞങ്ങള് അത്ര ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് ഞങ്ങളെങ്ങനെ കൈവിട്ടു പോയത് ശരിയാണോ? അപ്പൊ അതിന് കൃഷ്ണൻ പറഞ്ഞ ഉത്തരം എന്താ അറിയോ? ഗോപികമാരെ, സത്യത്തിൽ ഞാൻ ആരെയും വിട്ടുപോയിട്ടില്ല. പക്ഷേ നിങ്ങളിലെ സ്വാർത്ഥത എന്നെ അങ്ങോട്ട് മറക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങളിൽ നിന്നും അകലെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. വാസ്തവത്തിൽ ഞാൻ അങ്ങല്ല നിങ്ങളെ വിട്ടത്, നിങ്ങളാണ്. മനസ്സിലായില്ല? അപ്പൊ അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. മനസ്സുകൊണ്ട് നിങ്ങൾ എന്നെ വിട്ടാൽ ഞാൻ നിങ്ങളിൽ നിന്നും അകന്നു പോകും. അപ്പം ഭഗവാനെ പിടിച്ചു വെക്കൽ അത്ര എളുപ്പമല്ല. മനസ്സ് ലൗകികത ചിന്തിച്ചാൽ ആര് പോയി? ആര് പോയി? ആര് പോയി? ഈ കൊച്ചു കുട്ടികളുള്ള അമ്മമാര് വീട്ടിൽ പണി ചെയ്യുന്ന സമയത്ത് ആരെ നോക്കിക്കൊണ്ടിരിക്കും? കുട്ടിയുടെ മുകളിലൊരു കണ്ണുണ്ടാവുമോ? ഉണ്ടാവുമോ?
ഉണ്ടാവും. എന്നതുപോലെയാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടത് എന്നാണ്. അതായത് ലൗകിക കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുമ്പോഴും ഒരു കണ്ണെപ്പോഴും നാമജപത്തിൽ ഉണ്ടാവണം. ശരിക്കും ഇതൊന്നും പരിശീലിച്ചെടുത്താലല്ലോ ഒരു അത്ഭുതമാണ് ലൈഫ്. എന്താണത്? നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ കിടക്കുമ്പോഴും ഒക്കെ എന്തുകൊണ്ട് നടക്കാം? ഒരു ചെലവില്ലാത്ത കാര്യമാണ്. ഏത് നാമം ജപിക്കല്. അങ്ങനെ മനസ്സുകൊണ്ട് അങ്ങനെ ജപിച്ച് 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 പോയാൽ കുറേ കഴിഞ്ഞാൽ ഭഗവാൻ അടുത്തുള്ള പോലെ, ഭഗവാനോട് അടുക്കുന്നത് പോലെ തോന്നും. ലൗകികത ചിന്തിച്ചാൽ ഭഗവാൻ അകലെയും, ജപത്തിൽ മുഴുകുമ്പോൾ ഭഗവാൻ അടുത്തും. അതുകൊണ്ട് ഗോപികമാരെ രണ്ട് കാര്യങ്ങൾ ഓർത്താൻ മതി. അതായത് നിങ്ങളുടെ മനസ്സ് എന്നിൽ അർപ്പിതമാണോ, ഞാൻ നിങ്ങളോട് ചേർന്ന് നിൽക്കും. നിങ്ങളുടെ മനസ്സ് ലൗകികതയിൽ അർപ്പിതമാണോ, ഞാൻ നിങ്ങളിൽ നിന്നും അകന്ന പോലെ തോന്നും. ആര് തീരുമാനിക്കണം? ഭഗവാനോട് അടുക്കാൻ എന്താ വഴി? നാമം ജപിക്കണം. ഏതെങ്കിലും ഒരു മന്ത്രം മനസ്സിൽ അങ്ങനെ കൊണ്ടു നടന്ന് മനസ്സിനെ പരിശീലിപ്പിച്ചെടുത്താൽ അതിലേക്ക് എത്താം, ഭഗവാനിലേക്ക് എത്താം. നോക്കൂ, ഇതിൽ പരം ഒരു ഈസി ആയിട്ടുള്ളൊരു വഴി വേറെ വേണം. പക്ഷെ ഇത് അത്ര എളുപ്പമല്ലാത്തതിന്റെ കാരണം എന്താണ്? അത്ര വേണ്ടാധീനം മനസ്സിൽ കിടക്കുകയാണ്. നാമം ചൊല്ലാൻ തുടങ്ങുമ്പോഴേക്കും തലവേദന വരും. നാമം ചൊല്ലുമ്പോഴേക്കും നെഞ്ചിലൊരു നീറ്റൽ വരും. ചിലർക്ക് കുറച്ചു കഴിയുമ്പോഴേക്കും ശ്വാസം മുട്ടാൻ തുടങ്ങും. മനസ്സിലായില്ലേ? കുറേ നേരം നാമം ചൊല്ലുമ്പോൾ ബോറടിക്കോ ഇല്ലയോ? എന്താ ഒന്നും മിണ്ടാത്തത്? ബോറടിക്കോ? കുറേ നേരം നാമം ചൊല്ലിയ ബോറടിക്കും. ഉണ്ട്, ബോറടിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ബോറടിക്കില്ലേ? അടിക്കോ? അതെന്താ കാരണം? ഉള്ളില് മറ്റേ സാധനം കിടക്കുന്നുണ്ട്. ഏത്? പൂർവജന്മങ്ങളിലൊക്കെ കൊണ്ടുവന്നത്. അതങ്ങനെയൊന്നും നാമത്തിൽ മുഴുകാൻ നമ്മളെ അനുവദിക്കില്ല. എളുപ്പമല്ല നാമത്തിൽ മുഴുകല്. 5 മിനിറ്റും 10 മിനിറ്റും ഒക്കെ ഒന്നും കുഴപ്പമില്ല. ഒരു അരമണിക്കൂറായ പറയും എത്ര തീരെ. പക്ഷേ ഇതിലൊരു രുചി വന്നാൽ, ഇതിൽ ലയം വന്നാൽ പിന്നെ സമയം പോകുന്നത് അറിയില്ല. അത്ര രസമാണ്. ഇപ്പൊ തന്നെ നോക്കൂ നിങ്ങൾ, നമ്മൾ ഈ ഭാഗവതം പറയും എത്ര സമയമാണ് പറന്നു പോകുന്നത്. സമയം പോകുന്നതേ അറിയില്ല. അത്ര രുചി വേണം, ഇതിലൊരു ലയം വേണം, ഇതിലൊരു ആനന്ദം വേണം. അങ്ങനെ മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കണം. ഇങ്ങനെ ഗോപികമാരെ അനുഗ്രഹീതരാകുന്ന ലീലയാണ് ഏത്? രാസലീല. രാസലീല എന്നത് കൃഷ്ണനും ഗോപികമാരും തമ്മിൽ നടത്തുന്ന ദാണ്ഡിയ ഡാൻസ് അല്ല. രാസലീല എന്നത് ഇന്നിപ്പോ നമ്മളത് അവതരിപ്പിക്കുമ്പോൾ അങ്ങനെയാണെങ്കിലും കൃഷ്ണനും ഗോപികമാരും തമ്മിലുള്ള ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള നാമലയത്തിന്റെ കഥയാണ് രാസലീല. നാമത്തിൽ ശ്രദ്ധിക്കുക, നാമമാകുന്ന കൃഷ്ണനിൽ മനസ്സാകുന്ന ഗോപിക ലയിച്ച് നൃത്തമാടുന്ന, അതിലങ്ങനെ മുഴുകി നൃത്തമാടുന്ന ലീലയാണ് രാസലീല. ഈ രാസലീല എവിടെയാ നടക്കേണ്ടത്? അപ്പം എവിടെയാ നടക്കേണ്ടത്? നമ്മുടെ മനസ്സിൽ നടക്കണം. ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ മനസ്സാകുന്ന രാധ നാമമാകുന്ന കൃഷ്ണനോടൊത്ത് അങ്ങനെ ഒരുമിച്ച് ലയിച്ച് പാടി നൃത്തത്തിൽ അങ്ങനെ മുഴുകിച്ചേരുന്ന ലീലയാണ് രാസലീല. ഇത് പുറമേ ഒരു ആണും പെണ്ണും തമ്മിലുള്ള കൈകൊട്ടിക്കളിയോ കാല് തട്ടിക്കളിയോ കോല് തട്ടിക്കളിയോ അല്ല. ഇത് പിന്നെ ഒരു പബ്ലിക്കലി നമ്മൾ കാണിക്കുമ്പോൾ അങ്ങനെ കാണിക്കണമെന്ന് മാത്രം. പക്ഷെ ഉള്ളില് ഇന്റേണലി നമുക്കറിയണം,
ഇത് മനസ്സും നാമവും തമ്മിലുള്ളൊരു ലയത്തിന്റെ നൃത്തമാണ് എന്ന ബോധത്തോടുകൂടി വേണം ഇത് കാണാൻ, ഇത് വായിക്കാൻ, ഈ രാസലീല വായിക്കാൻ. മനസ്സിലായോ? ഏതായാലും ഇപ്രകാരം ഈ ഭാഗവും പറഞ്ഞ് നമ്മളൊന്ന് ബ്രേക്ക് എടുക്കണു. ഇനി നമുക്ക് ഭാഗവതത്തിലെ അതിഗംഭീരമായ ഭാഗമാണ്, ഇനിയുള്ള ഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഉദ്ധവദൂത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവരെ പറഞ്ഞയക്കുകയാണ് വൃന്ദാവനത്തിലേക്ക്. അപ്പൊ കംസവധമൊക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന രംഗാണ്. അത് നമുക്ക് അടുത്ത സെഷൻ. അത് കഴിഞ്ഞാൽ നേരെ രുക്മിണി സ്വയംവരം അതിലേക്ക്. എല്ലാവരും വേഗം പോയി കാപ്പിയൊക്കെ ഒന്ന് കഴിച്ചു വേഗം വരിക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.